പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയ കാരണം ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാട്ടം നേരം വൈകണം. ആദർശ് പണിക്കർ: കൊള്ളാം, മനോഹരം, അതിമധുരം ഈ സുന്ദര കാഴ്ചകൾ. സുന്ദര സുസ്മേര വദനനായ താടിക്കാരൻ അരുൺ കോക്കുവും കൂട്ടുകാരും എത്തുന്നത് മുതൽ അതിമധുരമായ ഒരു സുന്ദര ടെലിഫിലിം ആദ്യ ഭാഗത്തിലേക്ക്. പിന്നെ ഇടയ്ക്ക് ഹൃദ്യമായ ഒരു സുന്ദരൻ ഡയലോഗ് അജുവേട്ടൻ്റെ വക. താഴെന്ന് ഷൂട്ട് ചെയ്തതിൽ കുഴപ്പമില്ലല്ലോ, ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? വീഡിയോയിലെ ആദ്യത്തെ ഹൈലൈറ്റ്. പിന്നെ ആരോഗ്യ ദൃഢഗാത്രനും സ്നേഹസ്വരൂപനുമായ നമ്മുടെ കാരണവർ അനിലേട്ടൻ്റെ വരവ്. പുതിയ മാലയൊക്കെ ഇട്ട്, പക്ഷേ ആ ലോക്കറ്റ് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. അനിൽ ചേട്ടൻ ആ മാല മാറ്റിയിട്ട് മറ്റേ മാലിട്ട് ഈ കാരണവർ വിളി നിർത്താൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ചെറുപ്പക്കാരൻ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരൻ ഇടുന്ന പോലത്തെ മാലയ്ക്കാൾ ഇട്ടത്. പുതിയ മാലയൊക്കെ ഇട്ട്, പക്ഷേ ആ ലോക്കറ്റ് മാറ്റേണ്ട കാര്യമില്ലായിരുന്നു. അതായിരുന്നു സൂപ്പർ. പിന്നെ രണ്ടാം ഭാഗത്തിൽ ഇംഗ്ലീഷ് സിനിമയിലെ ഉപനായകൻ്റെ വേഷവിധാനങ്ങളോടുകൂടി നമ്മുടെ ചെറിയേട്ടൻ്റെ വരവ്. പിന്നീട് അങ്ങോട്ടൊരു മേളം തന്നെയായിരുന്നു. അവസാന ഭാഗത്തിൽ ചെറിയച്ച് കൂടെ എത്തിയതോടെ എല്ലാം കൊണ്ടും പ്രൗഢോജ്വലമായ വീഡിയോ. ഒപ്പം സീമ ചേച്ചിയുടെ വർത്തമാനങ്ങൾ. ആ കോഴിയിലെ വായയിൽ വല്ല എന്തുട്ട് ഉരുക്കി ഒഴിക്കണ്ടായി കണ്ണാക്കില് തേങ്ങ നേരം വെളുത്താ തുടങ്ങത്. അയ്യോ എന്തെങ്കിലും തരണേ, ഇങ്ങനത്തെ ഒരു നിലവിളി പോലെ അതിന്റെ സൗണ്ട്. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഒപ്പം സീമ ചേച്ചിയുടെ വർത്തമാനങ്ങളും സരിതയുടെ മറ്റൊരു ഹൈലൈറ്റ് ഡയലോഗ് എല്ലാം കൂടെയായപ്പോൾ വീഡിയോ ഉജ്ജ്വലം, പ്രൗഢം, രുചി, മനോഹരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങൾ, പൂച്ചെണ്ടുകൾ, ഹാപ്പി, സ്നേഹം, ഇഷ്ടം, അടുത്ത മനോഹര വർണ്ണ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു സസ്നേഹം പണിക്കർ. ചെയ്യാ കോഴിനെ ഭയങ്കര ശല്യമായിരിക്കുന്നുണ്ട് വീഡിയോയില്. ഞങ്ങൾ ഇവിടെ മാറിയിരുന്നാലോ, ഫ്രണ്ടിലേക്ക് പോവാം. ഇതിപ്പോ കോഴി വലിയ ശല്യേ. മാത്രമല്ല ഇവിടെ വെയിലുണ്ട്, ചൂട് എടുക്കണം. അടുത്തത് ജസീന ഷിഫ: അടിപൊളിയായി ഇന്നത്തെ വീഡിയോ. ചക്കയില്ലാത്ത ഈ കാലത്ത് ചക്ക കാണിച്ച് കൊതിപ്പിച്ചു. പിന്നെ ചക്ക വരട്ടിയും സൂപ്പറായിട്ടുണ്ട്. ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിലേറെ ഞാൻ ആസ്വദിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും തമാശകളും സംസാരം, അജുവിൻ്റെ ചക്ക തീറ്റയും, പ്രത്യേകിച്ച് അനിലേട്ടൻ്റെ തമാശകൾ. നിങ്ങളുടെ ഈ സ്നേഹം നിലനിൽക്കട്ടെ. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരുമോ? നിങ്ങളോട് സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്, എൻ്റെ മോനും വലിയ ഇഷ്ടമാണ് നിങ്ങളെ. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ്. അടുത്തത് വിനോദിനി കെ പി: ചേട്ടന്മാർക്ക് കുഞ്ഞു പെങ്ങളെ പോലെ സരിത നിൽക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞു. ഇക്കാലത്ത് ഇതുപോലെ ഒരു ഫാമിലി ലോകത്തുണ്ടോ? ചക്ക നന്നാക്കാൻ അജുവിനെ ഏൽപ്പിക്കണം, പകുതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മഴ ഇത്രയൊക്കെ പെയ്തിട്ടും ചക്ക കേടായിട്ടില്ലെങ്കിൽ ആ പ്ലാവിനെ മുറിക്കരുത് അജു. ആ പ്ലാവിനെ മുറിക്കില്ല. ആള് ഭയങ്കര ചക്കകാലം കഴിയുമ്പോഴാണ് ആൾക്ക് ചക്ക എന്ന് പറയുന്നത് നമുക്ക് ചക്ക തരാനായിട്ടുള്ള ഇത് തോന്നുള്ളൂ. അതന്നെ. അപ്പൊ ആൾക്കറിയാം ഈ സമയത്ത് എല്ലായിടത്തും ചക്ക ബാക്കി പ്ലാവുമെന്ന് കിട്ടും. ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കൊടുത്താൽ മതി എന്നാണ്. ആ പ്ലാവിനെയാണ് ഞങ്ങളിപ്പോ നോക്കുന്നത്. ഈ മാവും തന്നെ മുളച്ചതോടെ. അടുത്തത് ഷീജ മോഹൻദാസ്: അജു, സരിത ഇന്നത്തെ വീഡിയോയെ പറ്റി പറയാൻ വാക്കുകളില്ല. സരിത ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഇടയിൽ കുഞ്ഞു അനിയത്തിയായി. അതിങ്ങനത്തെ കുറേ കമൻസ് വന്നിട്ടുണ്ട്, എനിക്കത് നല്ല ഇഷ്ടമായി. അനിയത്തിയായി തോന്നി. ജയന്തിയുടെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു. പിന്നെ കൊത്തിയ ചക്ക ഞാൻ ഇവിടെ ഇരുന്ന് പറയുകയായിരുന്നു, അജു തിന്നല്ലേ തിന്നല്ലേ എന്ന്. അപ്പോഴാണ് സരിത പറയുന്നത് തിന്നല്ലേ എന്ന്. വല്ല വവ്വാലും കൊത്തിയ ചക്ക തിന്നരുത്. അജു ഇന്നത്തെ വീഡിയോ സൂപ്പർ സൂപ്പർ സൂപ്പർ. സന്തോഷം. അടുത്തത് മാധവിക്കുട്ടി, നമ്മുടെ ചേച്ചി മാധവി. പഴുത്ത ചക്ക കാട്ടി കൊതിപ്പിച്ചു, അത്ര തന്നെ. വരട്ടാൻ ബാക്കി ഉണ്ടാവുമോ എന്നൊരു നിമിഷം തോന്നിപ്പോയി. ഇതുപോലെ നല്ല ചക്ക ഒന്നും വാങ്ങാനും കിട്ടില്ല. ഭാഗ്യവാന്മാർ. വരട്ടിയത് വെച്ച് അരിപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. അതുകൊണ്ട് അടയുണ്ടാക്കി ഞാൻ. അത് കുറച്ച് സരിത ചക്ക വരട്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ നമുക്ക് അവിടെ കൈക്കോട്ട് കളക്കില്ലേ, അപ്പൊ എനിക്ക് ഉച്ചരിഞ്ഞ് അട ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത്. അച്ഛനമ്മയും വന്നന്ന് അമ്മ പോയിട്ടാ, അമ്മയുടെ നന്നായി കുറഞ്ഞു. അപ്പൊ അമ്മ പോയി. എന്നാലും ഞാൻ ഇനി ഇടയ്ക്ക് കൊണ്ടുവരും. കുറച്ച് നാൾ എന്തായാലും അമ്മയ്ക്ക് റെസ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഇടയിൽ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആക്കിയാൽ അമ്മയുടെ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് മാറാനുള്ള ഡ്രസ്സുകൾ. അപ്പം അച്ഛൻ വന്നപ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ അടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാക്കിയതാ. പക്ഷെ അവരല്ല അധികം കഴിച്ചത്. ചേട്ടന് ഇഷ്ടമില്ലേ ചക്കട? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അത് ഭയങ്കര ഇഷ്ടമായി, അത് കഴിച്ചു. അമ്മ അങ്ങോട്ട് വന്നിട്ട് നിന്റെ അമ്മേനെ ഇതുവരെ കാണിച്ചില്ല. അതാണ് അമ്മ കെടുക്ക തന്നെയാണേ. നടക്കാറായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനു ആയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാൻ പറ്റും ചുറ്റും നടക്കല്ലേ, അത് ഞരമ്പിനി കറക്റ്റായിട്ട് വന്ന് അതിൽ കൂടെ രക്തോട്ടം വന്ന് ശരിയാവണം. അപ്പോഴത്തേക്കും നമ്മൾ എന്നിട്ട് നടക്കുക വല്ല പണികളൊക്കെ എടുക്കാൻ തുടങ്ങിയാൽ വീണ്ടും പഴയ അവസ്ഥയിൽ പോവും.
അപ്പം അതുകൊണ്ട് ഫുള്ള് റെസ്റ്റ് തന്നെ വേണം. അപ്പം അമ്മക്ക് എടുക്കുക തന്നെയായിരുന്നു. ആ റൂമിന്റെ പുറത്തേക്ക് തന്നെ പോന്നിട്ടില്ലേ, നമുക്ക് എടുക്കുക. ആരോഗ്യമില്ലാത്ത ആളെ നമ്മള് എന്തിനാ കാണിക്കണേ? അതന്നെ, നമ്മള് ഭക്ഷണം അല്ലാതെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. ആദ്യത്തെ 2 ദിവസമൊക്കെ ബാത്റൂമിലേക്ക് തന്നെ അമ്മയ്ക്ക് പോകാൻ പറ്റുള്ളൂ. എടുത്തിട്ടാണ് അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോയി തുടങ്ങി. പിന്നെ നടക്കാൻ പറ്റും തുടങ്ങി. പിന്നെ അമ്മ ബാത്റൂമിലേക്ക് വരാൻ മാത്രം നടക്കും, പിന്നെ വന്ന് കിടക്കും. അങ്ങനെയായിരുന്നു. അടുത്തത് വ്ളോഗ്സ് ബൈ സിന്ധു. തന്നെ കോണിപ്പടി കയറി പോയി പറയും. അവിടെ വീട്ടിലെ സരിതര വീട്ടിൽ മുകളിലേക്ക് കോണിപ്പടി തന്നെ കയറി പോയി. പതുക്കെ പിടിച്ച് പതുക്കെ ഭയങ്കര പുരോഗമനം പറയാൻ മറന്നു ഞാനേ. അടുത്ത് വ്ളോഗ്സ് ബൈ സിന്ധു. ഹായ് അജു ചേട്ടാ, സരിത, ജഗ്ഗു, വീഡിയോ സൂപ്പറാട്ടോ, പറയാൻ വാക്കുകളില്ല. എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ കൊതിയാവുന്നു. ഈ സ്നേഹക്കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സരിതയ്ക്ക് നന്നായിട്ട് അറിയാം. അത് സരിതയുടെ പ്ലസ് പോയിന്റ് ആണ്. കുറച്ച് പേര് സരിതേനെ കുറ്റം പറയുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ, സിന്ധു, തൊടുപുഴ. അത് എൻ്റെ കഴിവൊന്നല്ല കേട്ടാ. അതിപ്പോൾ എല്ലാവരും വിചാരിക്കണമല്ലോ. ഒരാൾ വിചാരിച്ചാൽ മതി തകർക്കാനായിട്ട്. നമ്മൾ പിന്നെ ബാക്കിയുള്ളവരെ എങ്ങനെ ശ്രമിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ പറഞ്ഞാൽ എന്നിട്ട് പറയാ, ഒപ്പം നിൽക്കുന്നവരെ നമ്മളായിട്ട് വെറുപ്പിക്കില്ല. പിന്നെ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർ പോണവരെ നമുക്ക് പിന്നെ പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇക്കാര്യത്തിൽ പറയാനൊന്നുമില്ല. ഇക്കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്, നമ്മളൊപ്പം കൂടി വീഡിയോയിൽ വരാൻ അവർക്ക് ഭയങ്കര ഇഷ്ടം. അവർക്ക് രണ്ടുപേരും. സജീവൻ എന്താ വരാത്തേന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. സജീവന് ഇഷ്ടമല്ല, വലിയേട്ടന് തീരെ ഇഷ്ടമല്ല. വലിയേട്ടൻ പണ്ട് തൊട്ടേ വരാറില്ലല്ലോ വീഡിയോയിൽ. വലിയേട്ടൻ ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ വലിയേട്ടൻ്റെ 60ാം പിറന്നാൾ ആഘോഷം വലിയേട്ടൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അത് ഷൂട്ട് ചെയ്തു വന്നു. അങ്ങനെയാണ് നമ്മൾ വലിയേട്ടനെ കാണിച്ചതും ആ വീഡിയോയിൽ. അതിൽ തന്നെ വലിയേട്ടനൊന്നും നല്ല പ്ലസൻ്റായിട്ട് നല്ലതിൽ വന്നിട്ടുള്ള. പിന്നെ ആള് വരില്ല. സജീവനും ഇഷ്ടമില്ല വരാൻ. പിന്നെ ഇവരൊന്നും ഞങ്ങൾ നിർബന്ധിച്ച് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നതല്ല, നമ്മുടെ വീടിലേക്ക് കൊണ്ടുവരുന്നതല്ല. അവരുടെ ഇഷ്ടപ്രകാരം വരുന്നതാണ്. ഒരാളെ ഇവിടെ നിർബന്ധിക്കാറില്ല. ഇപ്പൊ അല്ലൻ ചേട്ടന്റെ റിട്ടയർമെന്റ് ആയപ്പോ ഞാൻ അല്ലൻ ചേട്ടനോട് പറഞ്ഞു, അല്ലൻ ചേട്ടൻ ചാനൽ തുടങ്ങ്. ഷുമാക്കർ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്ത് കൊടുക്കാനും. അപ്പൊ അല്ലൻ ചേട്ടന്റെ കൃഷിയും അങ്ങനെ വരുന്ന കേട്ടിട്ടോ. അപ്പൊ അല്ലൻ ചേട്ടൻ്റെ എനിക്കൊരു നീളത്തിൽ ചീത്ത കേട്ടു. അത് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങൾ ഇതിൽ വന്നാൽ മതി വല്ലപ്പോഴും, അത് മതി എന്ന് പറഞ്ഞു. ചെറിയേട്ടൻ്റെ അടുത്ത് പിന്നെ മുന്നും പറഞ്ഞിട്ട്, സജീവന്റെ അടുത്ത് ഞാൻ നാളെ കുറേ മറ്റേ എന്നായിരുന്നു അത് അന്നവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ രാത്രിയെ പോന്നേ. അതെന്നായിരുന്നു അല്ല ചേട്ടൻ റിട്ടയർമെന്റിന്റെ അന്ന് സജീവന്റെ അടുത്ത് പറഞ്ഞു, പണി സ്ഥലത്ത് പണി കുറവാണേ. ആ സജീവനാണെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. ആൾക്ക് ഭയങ്കര അറിവാ, എല്ലാം വായിക്കും. ഇന്ന മേഖല എന്നില്ല, ഏത് സാധനം അവിടെ പോവും. എന്തിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ, സാഹിത്യമോ കലയോ സ്പോർട്സോ ആനുകാലിക കാര്യങ്ങളോ പൊളിറ്റിക്സോ അങ്ങനെ എന്തും, ഫുഡ്, എന്ത് വിഷയം വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇങ്ങനെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വിക്കിപീഡിയ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അതെ, ഇങ്ങനെ പറയും. സജീവന്റെ മോളുണ്ടല്ലോ പൊന്നൂസ് സജീവന്റെ പേര് സേവ് ചെയ്യണത് തന്നെ വിക്കിന്ന് അവിടെ ഫോണില്. അച്ഛൻ എന്നല്ല സേവ് ചെയ്തേക്കണേ. അപ്പൊ അങ്ങനെ അപ്പൊ പാപ്പന് ഇത്രയും അറിവുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് പറഞ്ഞ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കേ ഭയങ്കര രസമായിരിക്കും. എന്താണ് അടുത്ത കണ്ടന്റ് എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടി വരില്ല. ഒരു വീഡിയോ ഇട്ടത് അതിൻ്റെ താഴെ കമന്റ്സ് വരും, സജീവായിട്ട് അതിന് ഇന്ന വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ടിടാം. അപ്പോൾ ആളിങ്ങനെ ഓരോടനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സജീവനും സച്ചിനും, ചെറുടൻ്റെ മോൻ സച്ചിനും കൂടിയിട്ട് ഒരു ചാനൽ തുടങ്ങുന്നത് ട്രാവൽ വീഡിയോ. ഇവർക്ക് ട്രാവലും ഇഷ്ടം തന്നെയാണ്. വണ്ടികളെ കുറിച്ച് എന്തെന്നാ പറയാ, ഒരു സർവ്വവിജ്ഞാന കോശം തന്നെയാണ്. എല്ലാ മേഖലയെ കുറിച്ച് ഭയങ്കര അറിവാണ്. കുറേ വായിക്കും ചെയ്യും. ഈ വായിച്ചാൽ മാത്രം പോരാ, ഒരാൾക്ക് ഇതൊക്കെ ഇരുന്ന് പറയും വേണം. ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ തുടങ്ങിയിരിക്കും കേട്ടോ, അറിയില്ല. സജീവൻ ചിലപ്പോ ചാനൽ തുടങ്ങും. ചേട്ടനോട് പറഞ്ഞപ്പോ പിന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് എന്റെ ആവശ്യമില്ല, നീ പറഞ്ഞേ. ചെറിയേട്ടൻ മുന്നുണ്ടായിരുന്ന ഒരു ചാനൽ ഒരു 5-10 വീഡിയോ ഒക്കെ ഇട്ടിട്ട് ആള് പിന്നെ നിർത്തി. അത് ഇപ്പോഴൊന്നല്ല, ഞങ്ങൾ ചാനൽ തുടങ്ങിയതിന്റെ പിന്നാലെ തന്നെയാണ് തുടങ്ങിയത്. ആ സമയത്തൊന്നും നമ്മൾ ഇവരൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴാണ് അവർ തുടങ്ങണമെങ്കിൽ അവർക്ക് നല്ല റീച്ച് കിട്ടും, കയറിപ്പോ. അന്ന് ചെറിയേട്ടൻ ഒരു 5-10 വീഡിയോ ഇട്ട്. അപ്പൊ ചെറിയേട്ടൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിട്ടിപ്പോൾ സ്ഥിരം ഇടാൻ വീഡിയോ വേണ്ടേ, 5-10 വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലത്തെ കഴിഞ്ഞു. ഈ കാണിക്കാനുള്ള ഈ പച്ചക്കറിയും ഈ അല്ലെങ്കിൽ എല്ലാ പാചകവും ഇതും കാണിച്ചു കഴിഞ്ഞു. ഇത് വല്ലപ്പോഴും നിങ്ങളുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ അത് മതി. പിന്നെ ആള് പറഞ്ഞ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ജീവിതമാർഗ്ഗമല്ല, എനിക്ക് ജീവിക്കാൻ വേറെ തൊഴിലുണ്ട്, നിങ്ങളാണല്ലോ ഇതുകൊണ്ട് ജീവിക്കണം, അപ്പം നിങ്ങളതുകൊണ്ട് ജീവിക്കുക, അങ്ങനെ പറഞ്ഞു. അടുത്തത് ഷീജ ഫിലിപ്പ്. അജു, സരിത, നിങ്ങളുടെ സഹോദര സ്നേഹം കണ്ടിട്ട് എന്ത് സന്തോഷമാണ്. ഏട്ടന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ സരിതയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉണ്ട്. എന്നും ഈ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം. അടുത്തത് സപ്ന KK. ഇന്നത്തെ ഹൈലൈറ്റ് ജയശ്രീ ചേച്ചി അല്ലാണ്ട ജയന്തി ചേച്ചിയുടെ ബാറ്റിംഗ്. സച്ചിൻ പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല.
കാലിൻ്റെ ആക്ഷൻ ചിരിച്ചൊരു വകയായി. ചക്ക വരട്ടി സൂപ്പർ. ഞാനും ഉണ്ടാക്കാറുണ്ട്. കിസ്മിസ് കാഷ്യൂ ചേർക്കില്ല. ഇത് കൊണ്ട് പായസം, ചക്ക അപ്പം എല്ലാം ഉണ്ടാക്കും. കുറെ നാളത്തെ എടുത്തു വെക്കേണ്ട സാധനമാണെങ്കിൽ നമുക്കത് ചേർക്കാൻ പറ്റില്ലേ? ഈ അണ്ടിപ്പരിപ്പും ഇതൊന്നും ചേർക്കാണ്ട് എടുത്തു വെക്കാൻ നല്ലത്. ഇത് കഴിയാറായി. ഞാൻ വേഗം ചെപ്പിലാക്കി എടുത്തു വെച്ചു. പുറത്തിരിക്കുമ്പോൾ അത് തീരും. ഒരു കിണത്തിൽ തിങ്കിട് കൊണ്ടുവന്നേ. പിന്നെ ചക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. അജു ചേട്ടന് ചക്ക തിന്നേയും വേണം, എന്നാൽ അത് ആരും തിന്നു എന്ന് പറയാനും പാടില്ല. അധോലോകം ജയന്തി ചേച്ചി എന്താ കളിച്ചത്? ഫുട്ബോളാണോ അതോ ക്രിക്കറ്റാണോ? കയ്യും കാലും ഉപയോഗിച്ചല്ലോ. എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുന്ന പാചകത്തിനും സമയത്തിനും അതിൻ്റെ രുചിയേക്കാൾ രസമുണ്ടാവും. തീർച്ചയായിട്ടും. ആ ചെയ്യുന്ന പാചകം എന്താണെന്നോ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് എല്ലാവരും കൂടി ചേരുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശകളും ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേ. അത് ആ സമയമാണ് വലുത്. പിന്നെ ജയന്തി എന്തിലാണ് കൂടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ട് മാറുകയാണ് ജയന്തി. ആദ്യമായിട്ടാണ് പിള്ളേര് കളിക്കണ. അപ്പൊ എനിക്കും ബാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് ബാറ്റ് വാങ്ങിച്ചിട്ട് ചെയ്തതാ. ഇപ്പൊ ബുള്ളറ്റ് ഓടിപ്പിക്കുന്ന ഒരാൾ ബുള്ളറ്റ് ഓടിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പറയാം എനിക്ക് ബുള്ളറ്റ് ഓടിപ്പിക്കണം, അത് ഓടിപ്പിക്കും. എന്ത് കാര്യം നമ്മൾ ചെയ്യാനായിട്ടുള്ള ആൾക്ക് ആ തടിയും അല്ലെങ്കിൽ ഇതൊന്നും ആൾക്ക് പ്രശ്നമല്ല. ചെയ്യാനുള്ള മനസ്സാണല്ലോ പ്രധാനം. ആ മനസ്സുണ്ട് ആൾക്ക്. അടുത്തത് സന്ധ്യ ബിജു. തമ്പനയിൽ എല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അടിപൊളി വീഡിയോ ആയിരുന്നു. എല്ലാവരും ഒത്തുകൂടുന്ന വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടം. കയ്യിൽ എണ്ണ പുരട്ടി അനിലും ചേട്ടന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കി. പക്ഷെ അനിലേട്ടൻ അറിഞ്ഞത് കൂടിയില്ല. ചേട്ടൻ്റെ ചിരി ആ സമയം. സരിത ഇനി ചക്ക പറിക്കുമ്പോൾ ചേട്ടന് വേറെ പാത്രം കൊടുക്കണം. അപ്പോൾ അറിയാം എത്ര കഴിക്കുന്നുണ്ടെന്ന്. അണ്ടിപ്പരിപ്പ് മുന്തിരി വരട്ടിയത് ചേട്ടൻ കാണാനത് കാര്യമായി. നല്ല ഐഡിയ ആയിരുന്നു. സജീവം കൂടി വേണമായിരുന്നു. രാഗിയെ കുട്ടികളെ ഇടയ്ക്ക് കാണിക്കി. ചെറിയേട്ടൻ്റെ മരുമകൾ എവിടെയാണ്? സീമ ചേച്ചിയുടെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായി? ചക്കവരട്ടി കണ്ടിട്ട് കൊതി വന്നു. സരിത നിങ്ങളുടെ ഒരു വലിയേട്ടൻ തന്നെയാണ് അനിലേട്ടൻ. രാഗിനി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഒന്നാമത്തേല് രാത്രി അല്ലേ, അവർക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് വരണ്ടേ. പകൽ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാഗി വന്നേനെ. നമ്മൾ മുന്നേ പറയണം അവളുടെ അടുത്ത്, ഇങ്ങനെ വീഡിയോ എടുക്കണ്ടിട്ടാ. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ സമയത്തേക്ക് അങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ വീഡിയോ എടുക്കേണ്ട വായോ എന്ന് പറയുകയാണെങ്കിൽ പിള്ളേരും കൂട്ടി വന്നോളും. ആ പിള്ളേർക്ക് നമ്മുടെ ചാനലിൽ വരാനായിട്ട് ഇഷ്ടമാണ് സജീവൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ സജീവൻ ഞാൻ പറഞ്ഞില്ലേ, അവന് വീഡിയോയിൽ ചാനലിൽ വരാനായിട്ട് ഇഷ്ടമില്ല. ചിലപ്പോൾ സ്വന്തമായിട്ട് ചാനൽ വരുമ്പോൾ അവൻ വന്നോളും എന്ന് വിചാരിക്കണം. പിന്നെ ചെറിയേട്ടൻ്റെ മരുമകൾ എവിടെയാണ്? മരുമകൾ ഇപ്പം അവിടെ ഇല്ല. അവിടെ അവളുടെ വീട്ടിലാണ്. അവൾക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോയിൽ വരാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാം എനിക്ക് ഇഷ്ടമില്ല ചേട്ടാ വീഡിയോയിൽ ഇങ്ങനെ വരാനൊന്നും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സീമചേച്ചിയുടെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഡിസംബറിലാണോ അതോ ജനുവരിയിലാണോ പല്ലിൽ കമ്പ്യൂട്ടർ? അപ്പോൾ ഒരു വർഷത്തേക്കാണത്. അപ്പോൾ ഇപ്പോൾ ആഗസ്റ്റ് മാസം ഇതുവരയ്ക്കുള്ള ഓരോ മാസം പോയിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല താന്നിട്ടുണ്ട്. അടുത്തത് ശ്രീരഞ്ജിനി. ചക്ക വരട്ടിയത് കണ്ടപ്പോൾ കൊതിയായി. അതിലും ഉപരി ചേട്ടൻ്റെ സീമയുടെ ഉത്സാഹം കൂടി ആയപ്പോൾ ചക്ക വരട്ടിയത് സൂപ്പർ. അജുവിനോട് അഭ്യർത്ഥന, ദയവ് ചെയ്ത് ചക്ക അണ്ണാൻ കടിച്ചതിൻ്റെ ബാക്കി വവ്വാൽ കടിച്ചത് ആവാം, ഒരിക്കലും കഴിക്കരുത്. ഇതിൽ ധൈര്യം കാണിക്കേണ്ട, വിശ്വസിക്കാൻ പറ്റില്ല. സരിതയെ സമ്മതിക്കരുത് ഇങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കാൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എൻ്റെ സമ്മതം വേണമല്ലോ കഴിക്കണേ. ശരി തന്നെയാണ്. നമ്മൾ ആ സമയത്ത് ആരും കോക്ക് തിന്നാണ്, ഞാൻ തിന്നാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുറിച്ചപ്പോൾ അങ്ങനെ തന്നപ്പോൾ ആവശ്യത്തേക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കഴിച്ചാണ് കേട്ടാ. പറയാമല്ല, എൻ്റെ പോയസൻ എന്തിട്ടെങ്കിലും ആ വിഷം ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പടർന്നുണ്ടെങ്കിലോ ചേട്ടാ, നിസ്സാരമായൊരു കാര്യമുള്ളൂ. അത് വേണ്ട നിൽക്കണത്. രാസി ലുലു. അനിലേട്ടനെ 2 ദിവസം റെന്റിന് തരുമോ? അതുപോലെ ചക്ക മുറിക്കാനാണ് സൂപ്പർ. പറിക്കാൻ എന്താ സുഖം. നല്ല രസമായിട്ട് ഇങ്ങനെ നീളത്തിലുണ്ട് ചക്ക മുറിച്ച്. എന്തൊരു ഭംഗിയാ ചക്ക എന്നറിയ, എന്തൊരു മഞ്ഞ കളറാ, ഒരു തുണ്ട് വെള്ളം കയറാത്ത ബെസ്റ്റ് ചക്ക ഈ സമയത്തൊക്കെ കിട്ടാണെങ്കിൽ. ദൈവമേ മതി പറയാ. അന്ന് തന്നെ കുറെ പുകഴ്ത്തിയിട്ടുണ്ട്. പ്ലാവ് ഇനി അടുത്ത കൊല്ലം ഉണ്ടാവുമോ? ഇപ്പം തന്നെ ഉണ്ടാവല് ഭയങ്കരമായിട്ട് പറഞ്ഞു. ആകെ 5-6 ചക്ക അതും ഉണ്ടായുള്ളൂ. അതിൽ പകുതി ചീഞ്ഞും പോയി, നമ്മൾ പീച്ചിലേക്ക് പോയ കാരണം. അടുത്ത് ജസീന്ത ജോസഫ്. കൊതി വന്നു, പക്ഷെ ഞാൻ നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് തിന്നാൻ പറ്റിയില്ല. വയറ് സമ്മതിച്ചില്ല. ഇവിടുത്തെ കാലാവസ്ഥ ആണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി വന്നത് വൈനിട്ടു. ചക്ക വൈൻ ഇടാം കേട്ടോ, സൂപ്പറാണ്. പഴം, പൈനാപ്പിൾ, റംബുട്ടാൻ എല്ലാ വൈനും ഇടാറുണ്ട് ഞാൻ. സെയിലും ചെയ്തിട്ടുണ്ട് അവിടെ. അടുത്തത് രാധാകൃഷ്ണൻ. നിങ്ങളെപ്പോലെ ചുരുക്കം പേരെ കാണാൻ കിട്ടൂ. ഞമ്മക്ക് നിങ്ങളെ കാണുമ്പോൾ അജുചേട്ടനും സഹോദരന്മാരും തമ്മിലുള്ള സ്നേഹം, അത് കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. ചക്ക കെട്ടിയിറക്കിയവരെ സമ്മതിക്കണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ അവർ ആ കൃത്യം നിർവഹിച്ചു. ഈ മഴയത്തും ചക്കയിൽ വെള്ളം ഇറങ്ങാതിരുന്ന അതിശയം തന്നെ. അലഞ്ഞേണ്ട ചക്കവരട്ട് കാണാൻ തന്നെ നല്ല രസമാണ്. എല്ലാവരും കൂടിയുള്ള സൊറ പറച്ചിൽ ഗംഭീരം. രാത്രി 11 മണി കഴിഞ്ഞു എല്ലാം തീർന്നപ്പോൾ അല്ലേ.
ചക്ക എപ്പിസോഡ് സൂപ്പർ. 11 മണിയാ ഏകദേശം 10 നേരം കുറേ ആയി. അടുത്തത് മൈ ഹോം. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനും മടിയില്ല, മനസ്സ് നിറയെ സ്നേഹം മാത്രം. അജുവിന്റെ ഒരു പിള്ളേര് കളി. അതറിയാ അല്ല ചേട്ടനെ അല്ലാണ്ട് എന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജെസ്സി എബ്രഹാം. സൂപ്പർ ചക്ക ഹൽവ മൈ ഫേവറേറ്റ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കാൺ ഗെറ്റ് ഇറ്റ് ഇൻ USA. ഐ വിഷ് ഐ വാസ് ദർ. അവിടെ കിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അടുത്ത് ഓമന KG. 2 ദിവസം ആശുപത്രിയിൽ പോക്കായിരുന്നു, ഭർത്താവിന്റെ ചേട്ടനെയും ചേച്ചിയും കൊണ്ട്. പ്രായമായതിന്റെ അസുഖങ്ങൾ. ഇന്ന് നേരത്തെ എത്തി, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോ 2 ദിവസം കാണാൻ പറ്റിയില്ല. അതുവരെ നമ്മളുടെ അടുത്ത് ഒന്ന് പറയുന്നത് കണ്ടല്ലേ, 2 ദിവസം കാണാൻ പറ്റിയില്ല കേട്ടോ, അങ്ങനെ ആശുപത്രി പോയിക്കിരുന്നേ. നമ്മൾ അത്രയ്ക്ക് നമ്മളെ അടുപ്പം അങ്ങനെ കാണുന്നോണ്ടല്ലേ അതുപോലും നമ്മളോട് പറയാൻ തോന്നണത്. ഓമന ചേച്ചി. അടുത്തത് മഞ്ജുഷ PB. എൻ്റെ ഭഗവാനെ, ആ പ്ലാവിന് ഒരു ആപത്തും വരുത്തല്ലേ. ഞാൻ ദൈപ്പനെ പറഞ്ഞോളൂ. സരിത, ആ പ്ലാവിനൊന്ന് ആരതി ഒഴിഞ്ഞേക്ക്, എന്നിട്ടൊരു കുറ്റിച്ചൂൽ പ്ലാവിൽ കെട്ടിയേക്ക്. ചെറിയേട്ടനെയും അല്ലും ചേട്ടനെയും ചേച്ചിമാരെയും ഒന്നിച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷം. വീടായാലും അജുവേട്ടനെ പോലെ ഒരു കുട്ടി ഉണ്ടായിരിക്കണം, എന്നാലേ ആ വീടിനൊരു എനക്കം ഉണ്ടാവുകയുള്ളൂ. വളരെ ശരി. ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ്. അടുത്തത് തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് ട്ടാ. നമസ്കാരം. ഈ ഒരു ചക്ക വരട്ടലോടുകൂടി ഈ കൊല്ലത്തെ ചക്കക്കാലത്തിന് കർട്ടൻ വീഴുകയായി. ഇനി അടുത്ത ചക്കക്കാലം വരെ തിന്നാനായി എടുത്തു വെക്കുക എന്ന ഉദ്ദേശമാണ് ഈ ചക്ക വരട്ടൽ പ്രോഗ്രാം. അല്ലേ അജു? തേങ്ങയാണ് 2 ദിവസത്തേക്ക്. എവിടെ അനിലേട്ടൻ? അത് മുറിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ അംഗം കണ്ടില്ലേ ചങ്ങാതിമാരെ, ഗൃഹിണി പിടിച്ചവൻ ചക്കക്കൂട്ടാൻ കണ്ട പോലെ കൈയിട്ട് വരുന്നത്. എന്തായാലും പരിപാടി ടോപ്പായിട്ടാ. ഇന്ത്യയിൽ കേരളത്തെക്കാളും കൂടുതൽ ചക്ക ഒഡീഷയിലാണ് ഉണ്ടാകുന്നത്. ആ ചക്ക കൈയിട്ട് വരുന്നതിന്റെ രസമില്ലേ, അത് നമുക്ക് ആ അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ലേ നമുക്ക് എല്ലാവരും കൂടിയിട്ട്. അവസാനം ലാസ്റ്റ് അതിപ്പോ നമ്മള് കുട്ടികളുടെ കാര്യത്തിലായാലും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. കുറേ പേര് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ ആക്രാന്തം പിടിച്ചിട്ട് എല്ലാവരും. അതിപ്പോൾ നമുക്കായാലും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിനേക്കാളും കുറേ പേര് കൂടി കഴിക്കുമ്പോൾ നമുക്കൊരു കഴിക്കാനുള്ള ഒരു ഇഷ്ടം കൂടും അല്ലേ. മീന മനോഹർ. ഈ ഉയരത്തിലുള്ള ചക്ക മരം ഹാഫ് വിട്ടിട്ട് അവർ ഹെഡ് ഹൈറ്റിന് വിട്ടിട്ട് ഒരു ബ്രാഞ്ച് മുളയ്ക്കുമ്പോൾ സ്പ്രേ ചെയ്താൽ ആ ഉയരത്തിൽ മരം സ്റ്റഡി ആയിട്ടിരിക്കും. താഴെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാകും, കൈകൊണ്ട് തന്നെ പറിക്കാം. ഈ ഐഡിയ തന്നതിന് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തരണം കേട്ടോ. 8/8/2025 7:15 PM ആള് കമന്റ് ഇടുമ്പോൾ അത് ഡേറ്റ് ഇടുന്ന ടൈം അടക്കം രേഖപ്പെടുത്തും. മീന മനോഹർ. നമ്മുടെ ഉയരത്തിൽ വെട്ടി നിർത്താൻ, പിന്നെ കൊമ്പുണ്ടാകുമ്പോൾ അതും ഉണ്ടായിക്കോളും എല്ലാതും നമുക്ക് കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാന്നാണ് പറയണത്. അടുത്ത റിയാസ്. സരിത, നാളെ ഞങ്ങൾക്ക് ചക്കക്കുരുപ്പേരിയാണ്. ഇവിടെ വെക്കാറുണ്ടോ? സീമേച്ചി വെക്കും. സരിത, പിന്നെ ചക്കക്കുരു മാങ്ങയും വെക്കൂ? സീമേച്ചി വെക്കും. സരിത, പിന്നെ ചക്കക്കുരും ചെമ്മീനും വെക്കോ? സീമേച്ചി വെക്കും. ഓ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ. ഇവിടെ ചോദ്യം കേട്ടതൊന്നും ഞാനും ചേട്ടനും വല്ല അമേരിക്കയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ വന്നവരാണ്. അവിടെ വയ്ക്കുന്ന എല്ലാ പണ്ടാരവും ഇവിടെയും വെക്കും. വേണ്ടി വന്നാൽ ഞാൻ ചക്കക്കുരു കൊണ്ട് ബിരിയാണി വെക്കും. അല്ല പിന്നെ. അജു, ചേച്ചി ചക്കക്കുരു കൊണ്ട് ബിരിയാണി വെക്കുവോ? എങ്ങനെയാ അതിന്റെ ടേസ്റ്റ്? സീമേച്ചി, ഓ ഇത് അതിലും വലിയ ഒരു പൊട്ടൻ. അതിന്റെ കൂടെ ഞാനൊന്ന് തള്ളി പറഞ്ഞതേ ഉള്ളൂ, അതും വിശ്വസിച്ചു. അല്ലേട്ടാ, ആ ചട്ടുകൊന്ന് തന്നെ ഇനി കുറച്ചു നേരം ഇളക്കി ഞാൻ എൻ്റെ മനസ്സിനൊന്ന് തണുപ്പിക്കട്ടെ. നല്ല രസം. അടുത്തത് സതീഷ് P. These 2 brothers are very close to Aju and Sarita. Nice video. Anil is an excellent person. പിന്നെ XXXYYY എന്ന് പറഞ്ഞിട്ടൊരാൾ. ഐ എം ഓൾസോ ലൈക്ക് അജു. ഐ നെവർ സിറ്റ് ഫോർ ചക്കപ്പറിക്കൽ, എസ്പെഷ്യലി റൈപ്ഡ് വൺ. ഓൾ ഗോസ് ഇൻ ടു മൈ സ്റ്റമക്ക്. ചേട്ടൻ്റെ പോലെ തന്നെയാണ്, ചക്ക പറിക്കണോടത്ത് ഇരിക്കില്ല എന്നാള്. പ്രത്യേകിച്ച് പഴുത്തത് പറിക്കണ ആളുടെ വയറ്റിലേക്ക് പോവാന്ന്. ചേട്ടനെ പോലുള്ളവരും ഉണ്ടപ്പോ. തീറ്ററപ്പൈ അങ്ങനെയില്ലേ? ആള് പ്ലാമ ചക്കിടാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക അടിയിരിക്കിട്ടുണ്ടെങ്കിൽ 2 ചക്ക മുകളിൽ ഇരുന്നിട്ട് തിന്നുന്നു. ചെറുപ്പത്തില് കുഞ്ഞിതായിരിക്കുമ്പോ ആളുകൾ ചക്കിടാനായിട്ട് വിളിക്കുന്നത്, അയലൊക്കത്തൊക്കെയൊക്കെ ചക്കിടാൻ വിളിക്കുമ്പോ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അടിയിൽ വന്ന് ആ ചക്ക കിട്ടില്ല, അപ്പൊ മുകളിൽ ഇരുന്നിട്ട് തിന്നുന്നു. അടുത്തത് മറിയം ജോർജ്. അജു, സരിത, ജഗുമോൻ, പാറു സ്റ്റോറി സൂപ്പർ. പാവം ദിനേശന്റെ ഓട്ടം, സമയം പോയത് അറിഞ്ഞില്ല. ചിരിച്ച് എൻ്റെ തൊണ്ട ഡ്രൈ ആവും. വെള്ളം കുടിച്ചാൽ ശരിയാവോ? ചിരിച്ചൊരു വഴിയായി. ഉണ്ണി, ജഗ്ഗു, അവിടെ നിന്ന് ഒരു വിക്സ് ഗുളി എടുത്തിട്ട് വന്ന് വിക്സ് മിഠായി ആ ബൗളിലിരിക്കണ്ട അവിടെ. ചിരിച്ചൊരു വഴിയായി. പത്തനംതിട്ടയിൽ ചക്കക്കുരു തോരൻ, മെഴുക്ക് പുരട്ടി, ചക്കക്കുരു പ്ലസ് മാങ്ങ, തേങ്ങ അരച്ചത് ഒക്കെ ഉണ്ടാക്കും. പരിപ്പ് ചേർക്കില്ല.
തേങ്ങാക്കൊത്ത് ചേർക്കും. ചിക്കൻ കറി പോലെയും ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. സരിത പറഞ്ഞ പോലെ ഉണക്കമീൻ നല്ല കോമ്പിനേഷനാണ്. ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ വിചാരിച്ച ഈ പരിപ്പും ചക്കക്കുരും വാങ്ങി ഇവിടെ മാത്രം തൃശ്ശൂർക്കാരുടെ കൂട്ടാനാണ്. കമന്റ് മൊത്തം നിങ്ങളുടെ മാത്രം കറിയൊന്നല്ല. ഇതെന്തുട്ടത്? അത് ചപ്പിളി സാധനം വേറെ എടുത്തിട്ട് വാടാ. അത് കൊറേ നാള് പുറത്തിരുന്നതിന് എന്നോ അയ്യേ എനിക്കത് വേണ്ട. അയ്യേ അതെന്തിട്ട് ചപ്പിളി ആയിട്ടിരിക്കുന്നു. അത് വേണ്ടാന്ന് ചേട്ടാ. ജഗ് എടുത്തിട്ട് വേണം ഉണ്ണിയെ. വേറെ അതിൽ കൊറേ ഉണ്ടല്ലോ. എന്നോ എനിക്ക് തൊണ്ടയിലൊരു ഇത് വന്നപ്പോ ചേട്ടൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ 10-25 വാങ്ങിച്ചിട്ട് വന്നു. എന്തേ ശബ്ദം പോയാ? അനങ്ങളിലല്ലോ ദൈവമേ. അതലിഞ്ഞു. എന്തൊരു സുഖത്തോണ്ടക്ക്. ഇതിന്റെ ഉള്ളിയോടെ ഒരു കാറ്റ് പോണു. അതേത് കാറ്റ്? പുറത്തേക്കല്ലോ പോണ, അകത്തേക്കല്ലേ? ഉള്ളിൽ കളിക്കുമ്പോ കണ്ട ഇത് വലിയ കുഴപ്പമില്ലല്ലോ. അവൻ അത് ചപ്പിളി ചെയ്ത് നോക്കി എടുത്തിട്ട് വന്നു നേരത്തെ. അതെ ഓക്കെ ആശ്വാസമായ ഇത് കൊണ്ടുവരാം. കുറേ നാളായി വാങ്ങിച്ചിട്ടിരിക്കണം. അതായത് ഞാൻ അലിഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇത് വായിക്കാൻ പറ്റുമോ? നിന്റെ തലയിലേക്ക് കുറ്റാക്കിയതല്ല, വേറെ എടുത്തിട്ട് വരാൻ പറഞ്ഞതാടാ. അടുത്തത് വിജയലക്ഷ്മി. സരിതയുടെ ഒരു ഭാഗ്യം നോക്കണേ. അജുവിന്റെ കഥകൾ ദിവസവും കേൾക്കാമല്ലോ. പാറുവിന്റെ കഥ അടിപൊളി. ഇനിയും നല്ല നല്ല കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. കൂട്ടം കണ്ടപ്പോൾ ശരിക്കും കൊതിയായിട്ടോ. ചേട്ടാ എന്നും പറയും. എന്ന് തൊട്ട് തുടങ്ങിയതാണെന്നറിയോ? കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടെന്ന് ഞാൻ പറയില്ല. കല്യാണത്തിന് മുമ്പ് ഫോൺ വിളിക്കില്ലേ, അപ്പം തൊട്ട് പറയണതൊക്കെ ഈ കഥകളൊക്കെ തന്നെയാണ്. അന്നേ തൊട്ട് ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞേക്കണേ. ഒരുമാതിരി എല്ലാ കഥകളും അന്നേ പറഞ്ഞിട്ട് 5.5 മാസം കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചേട്ടന് വിളിക്കുമ്പോൾ പറയണത് ഈ വക കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കല്യാണത്തിന് ശേഷവും ഒക്കെ പറയും. അടുത്തത് മായ രാജേഷ്. അജുവേട്ടൻ സരിത ചില മറന്നുപോയ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. അജുവേട്ടൻ പറഞ്ഞു ഒരു കോളിനോസ് പുഞ്ചിരി. എത്രയോ വർഷം മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഈ വാക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ വാക്കുകളൊന്നും അറിയില്ല. സന്തോഷം. പഴയ കാലവും വാക്കും ഓർമ്മിപ്പിച്ചതിന്. ഇപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുക, നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂർക്കാർ പറഞ്ഞ തേങ്ങയൊക്കെ മറ്റുള്ള ജില്ലക്കാരൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇന്നലെ ഞാൻ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ കണ്ടു കേട്ടോ. അവിടെ ടി വിയിൽ നിന്ന് കണ്ടപ്പോൾ അതിൽ പറയുന്നത് മറ്റേ ഈ എന്നാ അവൻ്റെ പേര്, നായകൻ്റെ പേരുന്ന അവനോട് മറ്റവൻ പറയില്ലേ തേങ്ങയില്ലാന്ന്. മനസ്സിലായി. അപ്പൊ തേങ്ങ എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങി, പ്രചാരത്തിലായി തുടങ്ങി. തേങ്ങ ഈസ് നോട്ട് പാർലമെന്ററി പദമല്ലല്ലോ, ആർക്കും ഉപയോഗിക്കാം. അല്ല, തേങ്ങയുടെ ബ്രാൻഡ് അംബാസഡർ നമ്മളാണെന്ന് അത് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ഥാനം അതിൽ നിനക്ക് അഭിമാനിക്കാൻ. കോളിനോസ് പുഞ്ചിരി എന്ന് പറഞ്ഞാൽ നല്ല ഇതില് ഭയങ്കര രസമായിട്ട് ചിരിക്കാന്ന് പറഞ്ഞത്. എല്ലാ പല്ലും കാണിച്ചിട്ട് കോളിനോസ് പുഞ്ചിരി ചിരി. അവൻ്റെ ഒരു കോളിനോസ് ചിരി നോക്കിയാ എന്തുട്ടാ ചിരി എന്ന് പറയും. അത് ദേവി നാരായണൻ. ഹായ് അജു, സരിത, ജഗുമോൻ, നമസ്കാരം. ഇന്നത്തെ ചക്കക്കുരു പരിപ്പ് മാങ്ങക്കറി സൂപ്പർ. കണ്ടിട്ട് വായിൽ കപ്പിൽ ഓടിക്കാനുള്ള വെള്ളം വന്നു. ചക്കക്കുരു കൊണ്ട് പരിപ്പുവട പോലെ ഉണ്ടാക്കിയിരുന്നല്ലോ ലാലാൻഡിയുടെ അവിടെ. രണ്ടുപേരും ചേർന്നുള്ള വാചകവും സൂപ്പർ. പാറുവിന്റെ കഥ കേട്ടിട്ട് ഭയങ്കര ചിരി വന്നു. അന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ എത്ര അനുഭവങ്ങളാണ്, കഥകളുമാണ്. ഇന്ന് അതെല്ലാം ഓർക്കുമ്പോൾ ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു. ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു നമുക്കെല്ലാം. ഇന്നത്തെ തലമുറയ്ക്ക് മൊബൈലാണല്ലോ ലോകം. കല്ലിൽ അരച്ചുണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. സരിത അരയ്ക്കുന്നത് കണ്ടപ്പോൾ കൊതി തോന്നി. ജഗ്ഗുമോനെ കണ്ടില്ലല്ലോ. ക്ലാസ് എല്ലാം എങ്ങനെ പോകുന്നു? ലവ് യു ഡിയേഴ്സ്, ഗോഡ് ബ്ലസ് യു ഓൾ. അന്നത്തെ കുറേ വേദനകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇന്നും മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും അല്ലേ? ആരെ പറഞ്ഞ? സത്യം തീകട പറഞ്ഞോളത് അങ്ങനെ? അതെനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ ഉണ്ടാവണം നമുക്ക്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു നമ്മൾ വളർന്നു കഴിഞ്ഞാൽ അഹങ്കാരം മാത്രമല്ല, ചെറുതായിട്ടൊരു പ്രതിസന്ധി വരുന്ന പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഒരു പ്രവാസി. ജയസ്, നമസ്കാരം. ജയസ് എന്ന് പറഞ്ഞ ആരാ? ജയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ടാ? അപ്പൊ ചേട്ടന് നമസ്കാരം ഇല്ലല്ലോ. ജയ എന്ന് പറഞ്ഞ ജഗന്നാഥൻ, എസ് എന്ന് പറഞ്ഞ സരിത. അതെ, ഞാൻ നമസ്കാരം പറയണ്ട.
ഞാൻ പിൻവലിക്കില്ല. സാധാരണ SJ എന്നാണ് ആള് എഴുതാറ്. അതെ പോയിട്ടുണ്ടാവും. പോയി അതാ. നമസ്കാരം. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്കക്കുരു കൊണ്ടുണ്ടാക്കുന്ന എല്ലാ കൂട്ടാനുകളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ശ്രീജ P. പാറുക്കഥ സൂപ്പർ. ചക്കക്കുരു വെള്ളരിക്ക കൂട്ടി മോരുകറി വെക്കും. ആണോ? കയ്പയ്ക്ക ചേർത്ത് ഉപ്പേരി വയ്ക്കും. അത് വെക്കും. ഞാൻ ഒരു കയ്പക്കായ ഇരിക്കുന്നുണ്ട്, അതും കുറച്ച് ചക്കക്കുരു ബാക്കിയുണ്ട്, അതെടുത്ത് ഉപ്പേരി വയ്ക്കണം. മസാലക്കറി വയ്ക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ചക്കക്കുരുവിന് ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വീട്ടിൽ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞു വന്നു പറഞ്ഞ ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാവും. എൻ്റെ കാര്യം നേരെ തിരിച്ചാ. അവിടെ ചക്കക്കുരു ചിലപ്പോൾ മടല് പോലും കളയില്ല. ഇവിടെ വന്നപ്പോൾ ചക്കക്കുരു ഉപയോഗിക്കുകയില്ല, അങ്ങനെ കളയും. അടുത്തത് സജിത സുബി. അജയേട്ടാ, സരിത, ജഗ്ഗു, ചക്കക്കുരു മാങ്കറി സൂപ്പർ. പഴയകാല ഓർമ്മകൾ പൊടി തട്ടി എടുക്കാൻ സാധിച്ചു. പാറുക്കുട്ടി പൊളിച്ചു. ഇന്നലത്തെ വീഡിയോയ്ക്ക് കമന്റ് ഇടാൻ സാധിച്ചില്ല. എല്ലാവരും ഒന്നിച്ച് കണ്ടതിൽ ഒത്തിരി സന്തോഷം. പിന്നെ അല്ലഞ്ചേട്ടൻ്റെ ഇഷ്ട വിഭവമായ ഗോതമ്പട എൻ്റെയും ഫേവററ്റ് ആണ്. ഗോതമ്പട എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഒരു വിധം പേർക്കൊക്കെ. മറ്റേ ആടേക്കാളും എനിക്ക് രസം തോന്നും. ശർക്കരയും നാളേരൊക്കെ നല്ലോണം വെച്ച് അല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലേ? ഒക്കെ കണക്കന്നെ, ഒന്നിനോടും ഇഷ്ടക്കേടില്ല. ആകെ പാടിഷ്ടമില്ലാത്തത് എന്നെ മാത്രമുള്ളൂ. അടുത്തത് മീന ശ്രീധരൻ. ഞങ്ങൾക്ക് ഇന്നലെ ഈ കറിയായിരുന്നു, നല്ലതാ. ഓരോ ദിവസവും ഓരോ കഥകൾ കേൾക്കാൻ നല്ല രസം. അജു ഉണക്കമീൻ തന്നെയാണ് ഇതിൻ്റെ കൂടെ രസം. നെയ്മീൻ ബിരിയാണി വയ്ക്കാം, സൂപ്പറാ. അയ്യോ, അപ്പം ബാക്കി വന്ന നെയ്മീൻ അന്ന് കാലത്തെടുത്ത് കൂട്ടാൻ വെച്ചാൽ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു അല്ലേ, വേണ്ടേ? അടുത്തത് ലിമി ശശി. ഇന്നത്തെ വീഡിയോ അടിപൊളി, എത്ര കമന്റ് ഇട്ടിട്ടും മതിയാകുന്നില്ല. ചക്കക്കുരുവിന്റെ വീഡിയോ അല്ലേ. അടുത്തത് വിദ്യ. തൊഴുത്ത് പുറത്തോ? ഓ പിന്നെ ഞാൻ വിശ്വസിക്കില്ല. കാപ്പി വായിൽ നിന്നും അറിയാതെ തുപ്പിപ്പോയി, പെട്ടെന്നുണ്ടായ ചിരി. സരിത ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കിളി പോയി, ഒരല്പം ലജ്ജ വന്നു അജുവിന്. തൊഴുത്ത് പുറത്താണ് പണിയാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തൊഴുത്ത് പുറത്ത് തന്നെയാണ്. അതാലോചിച്ചില്ല, മണ്ടൻ. അങ്ങനെ പറയല്ലേ. അടുത്ത സുഷമ NP. എൻ്റെ അജു കഥ കേട്ടിട്ട് ചിരിച്ചു ചത്തു. പുളിമാങ്ങ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരിച്ചൊരു വഴിയായി. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ പശുവും ദൂരെയുള്ള വിത്തുകാളെയുള്ള വീട്ടിലേക്ക് രാത്രിയിൽ കയറ് പൊട്ടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ വരുമ്പോ മാത്രല്ല പശുവും പ്രശ്നക്കാരിയാണ്. എല്ലാം പോവും. അടുത്തത് ഷീജ മോഹൻദാസ്. അജു, സരിത, പരിപ്പും ചക്കക്കുരും മാങ്ങി സൂപ്പർ കറിയാണ്. സമയത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. കിട്ടണത് ചക്കക്കുരു ഉണക്കച്ചെമ്മീനും സൂപ്പറാണ്. നെയ്മീൻ എനിക്കിഷ്ടമല്ല. പിന്നെ ആ ചേമ്പ് കർക്കട മാസത്തിൽ ചൊറിയില്ല, കറി വെച്ച് കഴിക്കും. പിന്നെ പാറുവിൻ്റെ കഥ നന്നായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയും സൂപ്പർ. നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നാലും വീഡിയോ സൂപ്പറാണ്. ഐ ലവ് യു ഗൈസ്. മുകളിൽ ഒരു തെറ്റുണ്ട്, ചക്കയുള്ള സമയം എന്ന് തിരുത്തി വായിക്കണം. അതാ അവിടെ തന്നെ എഴുതിയാൽ മതിയായിരുന്നു പോയിട്ട്. അല്ല, അത് പിന്നെ പറയാൻ പറ്റില്ല. ചിലവർക്ക് അത് അറിയില്ലായിരിക്കും. ബാക്കിൽ ഇവിടെ കറക്റ്റ് എന്താ പറയുക, തെറ്റായ സ്ഥലത്ത് പോയി വെച്ചിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് ശരിയാക്കാനേ. ചക്കയുള്ള സമയം എന്ന് തിരുത്തി വായിക്കണം. ഞാൻ സമയത്ത് നിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. അടുത്തത് പ്രിയ ജോഷി. തേങ്ങ വാരി തിന്നിട്ട് നിനക്ക് വല്ല നഷ്ടം വന്നു എന്ന് ചോദിക്കുന്ന ഡയലോഗ് എൻ്റെ വീട്ടിലെയും ഡയലോഗാണ്. പിന്നെ നല്ലത് എന്തുണ്ടാക്കിയാലും 2 ദിവസം എനിക്ക് അറിയായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അപ്പം തന്നെ ടേസ്റ്റ് നോക്കി തീർക്കും. എന്നിട്ട് പറയും നാളെ എനിക്ക് വേണ്ട, അതും കൂടി ഇപ്പം കഴിച്ചാൽ മതിയെന്ന്. ഇതാരത്? ചേട്ടൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണോ? അപ്പനും മക്കളും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് കേട്ടോ. കറക്റ്റാണ്. നമ്മൾ ഇത്തിരി അധികമൊക്കെ വെക്കും, മീൻ കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കറികൾ കേട്ടാ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എന്നിട്ട് സമാധാനം, നാളത്തേക്ക് ഇനി വേറെ കൂട്ടാൻ വെക്കണ്ടല്ലോ. ഈ കൂട്ടാൻ പണിയാണ് ലോകത്തിൽ ഇത്രയ്ക്കും വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണി എൻ്റെ കാര്യത്തിൽ. ചിലവർക്ക് പാചകം ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഒരു രസമായിരിക്കും ചെയ്യാനായിട്ട്. കൂട്ടാന്റെ പേരിൽ ഞാൻ സരിതനെ ബുദ്ധിമുട്ടിക്കാറില്ല. പറയാറില്ല എന്താ കൂട്ടാൻ വെക്കാത്ത, അല്ലെങ്കിൽ കൂട്ടാനൊന്നും ഇന്ന കൂട്ടാൻ തന്നെ വെക്കണം, അല്ലെങ്കിൽ കാലത്ത് കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ അധികം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് കോരുത്തുനിന്ന് കഴിക്കും. പിന്നെ തൊട്ടാ അടുത്തത് ഷൈലജ R. പിള്ളൈ. ഡോഗ്സ് ഷുഡ് ബി ഡിസിപ്ലിൻഡ്. ദേ ഷുഡ് നോട്ട് ബി എ മെനേസ് ടു അതേഴ്സ്. Some people carry the puppy on shoulder and sing lullaby. It's important to train them with a trainer. Hope you read my regular comments. Aju is right regarding dogs. അല്ല, പട്ടികളെ നല്ല ഡിസിപ്ലിനോട് കൂടി വളർത്തണം. അവരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ലാന്ന്. ചിലവര് തോളത്ത് എടുത്ത് നടക്കുന്ന കാണുന്നു പട്ടികളെ, താരാട്ടുപാടി ഉറക്കലൊക്കെ ചെയ്യുന്ന കാണാന്ന്.
അവരെ ശരിക്കും ഒരു ട്രെയിനറിനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന്. അനുസരണശീലം പഠിപ്പിക്കണം. പക്ഷെ നമ്മൾ അനുസരണശീലം പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവർ വന്നിട്ട് കമന്റ് ഇടും, ഞാൻ നായ്ക്കളെ ഭയപ്പെടുത്തുന്നു, ചാർലിനെ ഭയപ്പെടുത്തുന്നു. ചാർലിന്റെ ഈ ഇമ്രാങ്ങടെ പേടിച്ച് പറിച്ചെന്ന് അറിയാം എന്തെന്ന് പറയാം. എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യജമാനെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം പറ്റി. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരണം. ഇപ്പം ഞാൻ നോക്കിയാൽ ഞാൻ ശരിക്ക് ഇത് കൊടുത്ത കാരണം അവര് ഇപ്പം ഞാൻ അവിടേക്ക് ചങ്ങല പൂട്ടാൻ വരുമ്പോൾ അവർ എൻ്റെ ഒപ്പം വരും. വാടാന്ന് ഒരു വെറുതെ വാടാന്നുള്ളൊരു വിളി മതി, അവർ തന്നെ വരും. വേണ്ട ചേട്ടാ, വെറുതെ ആ ഷെഡിലേക്ക് എന്തിനേലും പോയ പിന്നാലെ വന്നിട്ട് ആ പൂട്ടിനോട് അത്രയ്ക്ക് ഞാൻ തല്ലിയിട്ട് കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മൾ നിരന്തരമായ നമ്മളെ ഒരു ചിട്ടല്. ആ സമയം സരിത വിളിച്ച് ചിലപ്പോൾ വരണമെന്നില്ല അല്ലേ? ഞാൻ വിളിച്ചാലൊക്കെ വരും ചേട്ടൻ. അത് മെയിനായിട്ട് ഒരാൾ വിളിച്ചാലാണ് പറ്റുള്ള ശരിക്കും അനുസരിക്കുക നായ്ക്കള്. നമ്മുടെ അടുത്തേക്കും വരും, എൻ്റെ അടുത്തേക്കും വരും. അങ്ങനെയുണ്ട്. ചേട്ടൻ്റെ അടുത്ത് ഒരു ഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടാണ്, എൻ്റെ അടുത്ത് സ്നേഹം കൊണ്ടുള്ളൊരു കളിക്കാൻ നിൽക്കുക ചെയ്യാൻ എൻ്റെ അടുത്ത്, ജഗ്ഗുവിൻ്റെ അടുത്ത്. പിന്നെ ഇപ്പൊ നോക്കിയാ ചാർലി ഇപ്പൊ ഈ അറിയത്ത് കിടക്കാൻ നിൽക്കുക. ഞാനിപ്പോ അവിടുന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ട് വരും. ഗേറ്റ് തുറന്നിട്ടിട്ട് ഞാൻ സ്കൂട്ടർ അവിടെ ആ ഷെഡിൽ കൊണ്ടു വെക്കും. ഗേറ്റ് തുറന്നെടുക്കണ്ടാവും. ചാർലി പിടിക്കണ്ട. ചാർലിക്ക് അറിയാം ആ ഗേറ്റ് കൂടെ പുറത്തേക്ക് പോവാന്ന്. പക്ഷെ അവൻ പോയില്ല. അത് ശരിക്കും അനങ്ങില്ലേ അവിടെ ഇരിക്കും, പോവാൻ പാടില്ല എന്നുള്ളത്. അതാണ് അങ്ങനെയാണ് അനുസരണം. അത് അതിനൊരു കുറ്റകരമായിട്ടാണ് ആളുകൾ കാണുന്നത്. കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. നായനനുസരണം പഠിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന്. അടുത്ത ശ്രീജ ഗിരീഷ്. അനിലേട്ടനെയും ചെറിയേട്ടനെയും കണ്ടതിൽ സന്തോഷം. എല്ലാവരുടെയും മനസ്സ് നന്നായതുകൊണ്ട് എല്ലാവരും ചെറുപ്പക്കാരായി വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ശരിയല്ലല്ലോ നമ്മുടെ ശരി. ഓരോരുത്തർക്കും അവനവന് ശരിയെന്ന് തോന്നുന്ന പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെപ്പറ്റി മറ്റൊരാളുടെ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് എൻ്റെ നിലപാട്. പ്രത്യേകിച്ച് നമ്മളെ ബാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ. തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റുള്ളവർക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. നമ്മളെ ബാധിക്കാത്തതാണെങ്കിൽ നമ്മൾ എന്തിനാണ് അതിലിടപെടാൻ പോണത്? അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. നിരുപദ്രവമായ കാര്യങ്ങളാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അതാണ്, അവർ നടത്തിക്കോട്ടെ അല്ലേ? ദിവ്യാനിൽ. നായ ഓടിച്ചത് കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥ. ഇപ്പൊ കേൾക്കുമ്പോൾ തമാശ. അന്നത്തെ ജീവിത സാഹചര്യമൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നി. അപ്പോഴത്തെ അജുവേട്ടൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നെല്ല് വാങ്ങാൻ പോയതും ചോറ് കൊണ്ടുപോയതും എല്ലാം ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ കാണാൻ പറ്റും അജുവേട്ടൻ പറയുമ്പോൾ. അത് ശരിയാ. ചേട്ടൻ കഥ പറയുമ്പോൾ നമുക്ക് എല്ലാം അതിൻ്റെ വിഷ്വൽസ് ഇങ്ങനെ വരും, കാണാൻ പറ്റത് മനസ്സിൽ. അടുത്തത് ദർശന പ്രദീപ്. അജു സരിത ഇതുപോലെയുള്ള വീഡിയോസ് ആയാലും മതി, ബോറൊന്നും അടിക്കില്ല കേട്ടാ. രാവിലെ ഇത് കാണുമ്പോൾ വെറുതെ നമ്മളും ആ പറമ്പിലൂടെ കാറ്റ് കൊണ്ട് നടന്നൊരു ഫീൽ. അനിലേട്ടൻ എൻ്റെ ചെറിയേട്ടൻ. സതീഷ്. 25/10 അനിലേട്ടൻ രംഗണ്ണനാവാനുള്ള ശ്രമത്തിലാന്ന്. മാലയും കമ്മലും എടാ മോനെ അല്ലേ. അടുത്ത ചിത്ര കോൾട്ടൻ. അജൂസ് യങ് ഡേ സ്റ്റോറീസ് ആർ ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. താങ്ക്സ് ഫോർ ഷെയറിംഗ്. താങ്ക് ഗോഡ് സരിതാസ് മം ഗെറ്റിംഗ് ബെറ്റർ. വിൽ പ്രേ ഫോർ സ്പീഡി റിക്കവറി. അടുത്തത് ജയ അശോക്. അജു കഥ പറച്ചിൽ തുടർന്നോളൂ, നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. എൻ്റെ ഹസ്ബൻഡും അജുവിനെ പോലെ കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ചാണ് സംസാരിക്കുന്നത്. ആ മെത്തേഡിനെ അത് ഒരു വേറൊരു ആക്ടിങ് ആണെന്ന് പറഞ്ഞത് സുനിൽ സൂദ ഇവിടെ വന്ന് പറഞ്ഞില്ലേ. ആ ഒരു നമ്മളങ്ങനെ ആളുകൾ മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു രീതി ഉണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ കയ്യും കാലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിന്നൊന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിച്ച് കാണിക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറഞ്ഞത് അത് കൂടുതൽ പേരിലേക്ക് ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് അവർ ആ വിഷ്വൽസിലേക്ക് പോകുന്നു. ചിലവരിതാണ്. അടുത്തത് ലൈല ജേക്കബ്. ലൈല ജേക്കബ് എന്നാണ്, ലീല ജേക്കബ് എന്നാണാവോ? LILA. അജുവേട്ടൻ പട്ടി ഓടിച്ച കഥ പറയുമ്പോൾ അത് ഭാവനയിൽ കണ്ട് ചിരിച്ചും എടുത്തു. എല്ലാവർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായി കാണും, കൂട്ടത്തിൽ എനിക്കും. അപ്പൊ ആൾക്കും ഉണ്ടായിട്ടുണ്ട്. പട്ടി കടിച്ച് അങ്ങനത്തെ പട്ടികൾ ഓടിപ്പിച്ചിട്ടുള്ള ഒരുവിധം പേരൊക്കെ ഓടിപ്പിച്ചിട്ടുണ്ടാവും. എവിടെയെങ്കിലും വെച്ചിട്ട് ഓടിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് പട്ടികൾ കുറച്ച് വരുമ്പോഴേ നമുക്ക് എന്താ ചെയ്യുന്ന എത്തുമ്പോഴേ കിട്ടില്ല പെട്ടെന്ന്. ഓടരുതെന്ന് പറയും. നമ്മൾ ഓടുമ്പോഴാണ് അവര് പിന്നാലെ ഓടി വരാന്ന്. പക്ഷെ എങ്ങനെയാണ് കുട്ടികളൊക്കെ കൂടി വരുമ്പോ ഇങ്ങനെ നിക്കാൻ പറ്റില്ലേ? നമ്മള് ഒരു നായ അവിടെ നിന്ന് വരുന്നിട്ടുണ്ടെങ്കിൽ ആ നായ്ക്ക് നമ്മുടെ കണ്ണിൽ ഭയം ഉണ്ടെങ്കിൽ ആ നായ്ക്ക് ഒറ്റയടിക്ക് എറിയാന്ന് നമ്മൾ ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ധൈര്യമായിട്ട് വരും. അതേസമയം അത് ധൈര്യപൂർവ്വം നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ നായ ആളത്ത് വന്നിട്ട് അവിടെ നിൽക്കും. പക്ഷെ ആ ധൈര്യം നമുക്ക് സംഭരിക്കാൻ അവിടെ വെച്ച് പറ്റണമെന്നില്ല. ഞാനൊക്കെ കോളേജിൽ നിന്നൊക്കെ തങ്കമണി ഇറക്കത്ത് നടന്നു വരുമ്പോഴൊക്കെ ചിലപ്പോൾ ആ ഒരു റൂട്ടില് തങ്കമണി ഇറക്കത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ശരിക്കും പറഞ്ഞാൽ വിജനമായ വഴി, അവിടെ വലിയ ഇതൊന്നുമില്ല. ആ സമയത്ത് കേട്ടോ ഇപ്പൊ പിന്നെയും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ നായ്ക്കളുണ്ടാവും. അപ്പൊ എന്നിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ നായ്ക്കളെ നോക്കാണ്ട് ഞാൻ നടന്നു പോകും. അവറ്റങ്ങളെ നോക്കോ ഇങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നടക്കോ ചെയ്ത് തീർന്നു ഒരു പിന്നാലെ വരും. അടുത്തത് സെലീൻ. അജു സരിത പേളി, അതായത് പാറു, എൻ്റെ കുഞ്ഞിലെ വളർത്തമ്മയായ എൻ്റെ പേര് നിങ്ങൾ മറന്നു. വീഡിയോ കണ്ടപ്പോൾ ചിരിയും സന്തോഷവും തോന്നി. പേളി ചോറ് കൊടുത്തവരോട് സ്നേഹം കാണിക്കുന്നത് കണ്ടു. ഇനി എൻ്റെ പേര് പറയാം, സെലീൻ.
ആ ഞാൻ നമ്മളന്ന് പറഞ്ഞില്ല അയ്യോ ആ ചേച്ചിയുടെ പേര് എന്നിട്ട് നന്നായി പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞില്ലേ. പേളീനെ ഇവിടേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്നല്ല നമുക്ക് ചേച്ചി നന്നായി പാട്ട് പാടും നാടകത്തിൽ അഭിനയിക്കുന്നൊക്കെ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ച് 20 കൊല്ലമായിട്ട് അഭിനയിക്കുന്നതാണ്. ആള് ഒരു ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് നന്നായി പാചകം ചെയ്യുന്നു പറഞ്ഞിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ആളെ കൊണ്ട് നമുക്കൊരു പാചകം ചെയ്ത് പാട്ട് പാടിപ്പിച്ച് നമുക്ക് കൂടാം. അടുത്തത് വിൻഡിയുടെ ബ്യൂട്ടിഫുൾ റിയലി എൻജോയ്ഡ് ദ വീഡിയോ. അത് നമ്മുടെ മഴ വീഡിയോ. ആ മഴയിൽ മുങ്ങിയ നാടും വീടും കണ്ട് 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 ഇനിയും മതിയായില്ല എന്ന തോന്നലിൽ എൻഡ് ചെയ്തു പോയി. അശോക് വേൾഡ് മഴയിൽ കുതിർന്നു നിൽക്കുന്ന പച്ചവിരിച്ച പറമ്പുകളും വീടിന്റെ പരിസരം എത്ര മനോഹരമായി ഞാൻ വീണ്ടും വീണ്ടും കാണുന്നു. അടുത്ത ജിഷ സന്തോഷ് ഡോക്യുമെന്ററി സ്റ്റൈൽ വീഡിയോ വളരെ മനോഹരം. എന്തു ഭംഗിയാണ് മൊത്തം കോമ്പൗണ്ട് കാണാൻ. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാര്യം വെള്ളം കയറി നിൽക്കുന്ന വീഡിയോ ആയാലും നമ്മളത് ചേട്ടനത് പ്രസന്റ് ചെയ്തേക്കണത് ഭയങ്കര രസമായിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്തേക്കണതും പിന്നെ എന്താ പറയാ വോയിസ് ഓവർ കൊടുത്തതൊക്കെ. അടുത്ത് ഹസീന മുസ്തഫ ഇന്നത്തെ കാഴ്ചകൾ അതിമനോഹരം. സജീവൻ്റെ ഇറയത്ത് അമ്മയിരുന്ന് നോക്കുന്നത് പോലെ തോന്നും എന്ന് അജു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അനിയനെയും ഓർത്തു. എനിക്ക് 53 വയസ്സായി. 72 ഓഗസ്റ്റ് 1 ജനിച്ചേ. എനിക്ക് 2 വയസ്സ് തികയുന്നതിന് 15 ദിവസം മുമ്പ് അച്ഛൻ മരിച്ചു. അന്ന് അനിയൻ 6 മാസം. കഴിഞ്ഞ വർഷം ജൂൺ 25 അവനും പോയി. 2 മാസത്തോളം ഞാൻ ഫോണേ എടുക്കാറില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ വീഡിയോസ് കുത്തിയിരുന്ന് കാണുമായിരുന്നു. അങ്ങനെയാണ് ഒന്ന് നോർമലായത്. എനിക്ക് അച്ഛനെ കണ്ട ഓർമ്മയില്ല. എല്ലാവരും പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പെട്ടെന്ന് ഇതൊക്കെ ഓർത്തുപോയി. ചിലവരുടെ അതന്നെ ദുരന്തങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. പക്ഷെ അങ്ങനെ കുറേ വിഷമിച്ചിരിക്കുന്നവർക്ക് നമ്മളുടെ വീഡിയോകൾ ആശ്വാസമാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതിനേക്കാൾ പറയാൻ വാക്കുകളില്ല. അടുത്തത് ശ്രീദേവി സുരേഷ് ഇന്നത്തെ വീഡിയോ എന്ത് രസമായിരുന്നു. മഴയത്ത് ഇതുപോലെയുള്ള വീഡിയോയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇറയത്ത് അമ്മ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയെ ഓർത്തുപോയി. പലർക്കും അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു തോന്നലാണ്. ഇതിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അതായത് നമുക്കിങ്ങനെ എപ്പോഴും ആ സമയത്ത് എന്ന് പറയാം എപ്പോൾ അതിൽ കൂടെ പോകുമ്പോഴും അമ്മ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു തോർത്തുമുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ചിരിക്കും. അപ്പം നമ്മൾ നടന്നിട്ടാണ് പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വർത്താനം പറയാം. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വർത്താനം പറഞ്ഞിരിക്കാൻ. അപ്പോൾ വർത്താനം പറഞ്ഞാൽ അങ്ങനെ അമ്മേനെ അങ്ങനെ കണ്ടേ. അപ്പം നമുക്ക് പിന്നെ അമ്മ പോയാലും അതിൽ കൂടെ പോകുമ്പോൾ അവിടെ അമ്മ അങ്ങനെ ഇരിക്കണ പോലത്തെ ഒരു ഇത് വരും. അടുത്ത സിന്ധു 8/6 സജീവൻ്റെ വീടിൻ്റെ പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. ജഗ്ഗുവിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയുള്ള കാഴ്ചകൾ മനോഹരം. മഴക്കാല കാഴ്ചകൾ ഭംഗി തോന്നിക്കുമെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് ദുരിതം തന്നെയാണ്. ഇന്നലെ തൃശ്ശൂർ ടൗണിൽ ഓരോ വീട്ടിലും വെള്ളം കയറിയിട്ട് ആൾക്കാർ എന്ത് മാത്രം കഷ്ടപ്പെട്ടു. ടൗണിലൊക്കെ വെള്ളമായില്ലേ. അടുത്തത് ഓമന KG രാമായണം വായിക്കുവാനേ വന്നിരുന്നതാണ്. വെറുതെ മൊബൈൽ നോക്കിയപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടു. അത് കണ്ടാൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ആകെ സ്ഥിരമായി കാണുന്ന ചാനൽ നിങ്ങളുടേതും പിന്നെ പുത്തേറ്റ് ട്രാവൽസിൻ്റെതും. ഇന്നലത്തെ മഴ കണ്ടപ്പോൾ നിങ്ങളുടെ കൃഷിയെക്കുറിച്ച് ആലോചിച്ചു. നിങ്ങൾ ഒരുപാട് ഇഷ്ടം. സന്തോഷം. നല്ല രാമായണം ആദ്യം വായിച്ചോട്ടെ, എന്നിട്ട് മതി നമ്മുടെ വീഡിയോ. പക്ഷെ രാമായണം വായിക്കുമ്പോഴും ചിലപ്പോൾ നമ്മളായിരിക്കും മനസ്സിൽ ഇതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിനെ വിളിക്കാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. അതുപോലെ വിശന്നിട്ട് ഇരിക്കുമ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം. കാരണം നമുക്കപ്പം തൊട്ടുണ്ടാവുക എത്രയും വേഗം ഇത് നാമജലം അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയല്ലാണ്ട് നമുക്ക് ഭക്തിയിലാവില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം വെച്ചെങ്കിൽ നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് ഈശ്വരനെ ശരിക്കും നമുക്ക് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ശ്രീലേഖ CV അജുവേട്ടൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നതാണെന്ന് ആദ്യം തോന്നി. പിന്നെയാണ് വോയിസ് കൊടുത്തതാണെന്ന് മനസ്സിലായത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചേട്ടൻ ഇന്ന് സംസാരിച്ചത്. മഴ അത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണല്ലേ. അജുവേട്ടൻ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെയും മനസ്സൊന്ന് പിടഞ്ഞു. വീട്ടിലെത്താൻ വൈകുമ്പോൾ നമ്മളെ നോക്കിയിരിക്കുന്ന അമ്മ. അങ്ങനെ ഒരാൾ ഇന്ന് ഒപ്പമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒറ്റ മഴ കൊണ്ട് അജുവേട്ടൻ കഷ്ടപ്പെട്ടതെല്ലാം വെള്ളത്തിലായോ. ജഗ്ഗുമോൻ്റെ സൈക്കിൾ വീഡിയോ അടിപൊളിയായി. നന്മ നിറഞ്ഞ വീഡിയോ. പ്രിയപ്പെട്ടവർക്ക് നന്ദി. ഒന്നും തന്നെ പോയിട്ടില്ല, എല്ലാം നല്ല. പിന്നെ പിറ്റേ ദിവസം വീഡിയോയിൽ കണ്ടല്ലോ ഒക്കെ മഴ പെയ്ത അതുപോലെ വെള്ളം നിന്ന സ്ഥലാന്നേ തോന്നില്ല കണ്ടു. ഒരു മാസം കഴിയുമ്പോൾ അവിടുത്തെ വ്യത്യാസം കാണിച്ചു തരാം. അടുത്തത് മധു ശിവശങ്കരൻ ജഗ്ഗൂസ് ക്യാമറ ഷോട്ട് വിത്ത് സൈക്കിൾ വാസ് സൂപ്പർബ്. ഹി ഈസ് എ ഗുഡ് ക്യാമറമാൻ. ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇന്നലെ ഉച്ച വരെ നല്ല മഴയായിരുന്നു. അതെവിടെയായിരുന്നാവോ സ്ഥലം? ഇത് നമുക്ക് വെറും 2 മണിക്കൂറായിട്ടുള്ള മഴ കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് മേഘസ്ഫോടനം എന്നൊക്കെ പറയണ പോലത്തെ ഒരു മഴ. ഒരു മേഘല് വലിയൊരു മേഘം പൊട്ടി വെള്ളം ബലൂണിൽ വെള്ളം നിറച്ചിട്ട് പൊട്ടി വീണ പോലെ അതുപോലെയാണ് വെള്ളം നിറഞ്ഞതേ പെട്ടെന്ന്. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വെള്ളം വീഴ മഴ. ആരോൺ ലിജോ ജഗ്ഗുട്ട സൈക്ലിംഗ് വീഡിയോ വിഷൻ സൂപ്പർബായിട്ടാ.
മഴ കൊണ്ട് പനി പിടിക്കാതെ നോക്കിക്കോളൂ. അജു ചേട്ടൻ, സരിത, എൻ്റെ ജഗ്ഗൂട്ട എന്തായാലും തടം എടുത്ത് കൃഷി ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. കീപ് ഗോയിങ്. എല്ലാ കൃഷിയും നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. ശരിയാ, തടടുത്ത് നന്നായി. ചുണ്ട് വലിയ തരുതേ കാറ്റത്തെ. വലിയ മാത്രമുള്ള കാറ്റില്ലല്ലോ. സാധനം എടുക്കണ ഇനിയിപ്പോ വേണ്ട ലിപ് ബാം ഉണ്ട് അവിടെ. ഷിജി പുന്നോക്കിൽ, ഒരുപാട് താങ്ക്സ് അജു ചേട്ടാ, ഇങ്ങനെ വൈഡായിട്ട് ഈ വീഡിയോ ഞങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തതിന്. കാണാൻ ആഗ്രഹിച്ചിരുന്നു, മനസ്സിൽ കണ്ടാൽ എല്ലാ അജു ചേട്ടൻ അറിയും. ഇവിടെ ഭയങ്കര ചൂടാണ്, ഇത് കാണുമ്പോൾ മഴ ആസ്വദിച്ച് ഫീൽ വരുന്നു. ജഗ്ഗുമോൻ്റെ സൈക്കിൾ ഷോട്ട് സൂപ്പർ. അത് നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടാണ്ടിരുന്നു, ഇവിടെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൾഫിലത്തെ കുറേ പേര് പറഞ്ഞു ആ മഴയാണ് ഞങ്ങൾക്ക് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ആ മഴയുടെ വീഡിയോ പറഞ്ഞിട്ട്. അപ്പോഴാണ് ചേട്ടൻ മഴ പെയ്തപ്പോ തന്നെ ഇറങ്ങി. ഇങ്ങനെ വെള്ളം വരുന്നു നമുക്കറിയില്ല. ചേട്ടൻ ബാക്കിൽ നിന്നൊക്കെ വീഡിയോ എടുത്ത് വന്നിട്ട് ഇവിടെ പോയിട്ട് പിന്നെ വന്നപ്പോഴാണ് ഇവിടെ ഭയങ്കര വെള്ളമായത്. സ്നേഹലത നായർ, ഭയങ്കര മഴ, പക്ഷേ വീഡിയോ സൂപ്പർ. നല്ല ബുദ്ധിമുട്ട് ആയിരിക്കും എല്ലാവർക്കും. കോമ്പൗണ്ടിൽ ടൈൽസ് കൂടിയാൽ വെള്ളം ഭൂമിയിൽ പോകില്ല. പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തു തോട് ക്ലീൻ ചെയ്യിപ്പിക്കുക. മഴക്കാലത്ത് 3 times ബിഫോർ റെയിൻ, ദെൻ ജസ്റ്റ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓഫ് റെയിൻ, ദെൻ ആഫ്റ്റർ ദ റെയിൻസ്. ഇവിടെ മഴക്കാലത്തിന് തൊട്ട് മുന്നേ തോടൊക്കെ വൃത്തിയാക്കി മറ്റേ JCB ഒക്കെ വന്നിട്ട് ക്ലീൻ. വഴിയുടെ പൈപ്പ്, അതിന്റെ അങ്ങോട്ട് പോണ പൈപ്പ് വളരെ ചെറുതാണ്. അതൊന്ന് പിന്നെ വഴി താന്നിട്ടാ കിടക്കും. വഴി താന്നിട്ടാണ്. അപ്പൊ ടൈലൊക്കെ ഇട്ടിട്ട് മറ്റേ റോഡിലുള്ള ടൈല് ഇടുന്നില്ലേ, മറ്റേ ഇന്റർലോക്ക്, അതിൽ വെള്ളം ഇറങ്ങും. അതുപോലെ നമ്മള് സിമെന്റ് ഇട്ടിട്ടല്ലോ അത് ഉറപ്പിക്കുക. പിന്നെ സൈഡിൽ നല്ല പോലെ താത്തി ചാല് പണിയണം. എന്നിട്ട് ഓരോ വീടിന്റെ മുകളിൽ സ്ലാബ്, ചെറിയണ്ട അവിടെ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് അങ്ങനെ വെള്ളം കളയണം. അങ്ങനെ പ്ലാൻ ചെയ്യണം. പക്ഷെ സാമ്പത്തികം നമ്മൾ മാത്രം വിചാരിച്ചില്ല. ലോട്ടറി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചെയ്തേനെ. ചേട്ടാ എപ്പോഴും പറയാം ലോട്ടറി ആദ്യം വഴി ശരിയാക്കുക. കുറെ നാളുകളായിട്ടുള്ള ചേട്ടൻ്റെ ആഗ്രഹം. നമ്മള് വീടുകളും കോമ്പൗണ്ടൊക്കെ അടിപൊളിയായിട്ട് ഈ റോഡ് എന്നിങ്ങനെ ചെളിയും ഇതും വെള്ളം കെട്ടും. ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടായി. ഇപ്പോഴും 2 ദിവസമായിട്ട് മഴയില്ല, പക്ഷെ അവിടെ മുഴുവൻ വെള്ളം. ആ വെള്ളം പോയിട്ടില്ല. റോഡ് താന്ന് കിടക്കണേ. അപ്പൊ ആ താന്ന് കിടക്കണ ഇതിലൊക്കെ കുഴികളിലൊക്കെ വെള്ളമാണ്. അങ്ങനെ പറയും. ഒരു തവണ ഞാൻ ഒരു ടാറീനവരെ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചപ്പോ അവര് കുറെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു ടാർ ചെയ്യാന്ന് പറഞ്ഞു. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് ടാർ ചെയ്ത് പോവല്ലോ വേണ്ട. അപ്പൊ 5 ലക്ഷം രൂപ ടാർ ചെയ്യാനായിട്ട് വരും പറഞ്ഞു. അവിടെ ഈ റോഡ് നമ്മുടെ ഇതിൽ കൂടെ പോണ പാലത്തിന്റെ ഇതിൽ കൂടെ പോണ റോഡ് പണി നടക്കുമ്പോ അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതിന് വേണ്ടി അവർക്ക് അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല ടാറിടാനായിട്ട്. അപ്പൊ റോഡിൽ നടക്കുമ്പോ ഇവിടെ അതിന്റെ കൂടെ ചെയ്യാം. അങ്ങനെ ഇന്റർലോക്കാ നല്ലത്. ഇന്റർലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പൈസ തന്നെയാണ് വരാൻ. കറക്റ്റ് ഏകദേശം കണക്കൂട്ടിപ്പോ ഏകദേശം ഇത്രയും പൈസ തന്നെയാണ് വരാം. അടുത്തത് സന്ധ്യ കളരിക്കൽ. എനിക്ക് നിങ്ങളുടെ വീഡിയോസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അജു ഏട്ടാ. ഇന്ന് ഞാൻ അജൂസ് വേൾഡ് അടിച്ചു നോക്കിയപ്പോഴാണ് കിട്ടിയത്. അത് എനിക്കറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന്. എന്തോ ചാനലായിട്ട് കിട്ടുകയായിരുന്നു, എന്തൊക്കെയോ ചെയ്തു, ഇപ്പൊ ശരിയായി. അപ്പോഴേ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരില്ലെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇങ്ങനെ സെർച്ച് ചെയ്തെടുത്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലത്തെ ഓൾ എന്ന് പറയണ ഇതില്ല, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയോളൂ. എങ്ങനെയാ പറയണത് ഇപ്പം ശരിയായി. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ കിട്ടുമായിരുന്നു. ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. അതാണ് ആളെ കുറച്ച് നാൾ കാണാണ്ടായിരുന്നില്ല. കമൻസ് സന്ധ്യ കളരിക്കൽ. നമ്മൾ വീഡിയോ ഇടില്ല എന്ന് വിചാരിച്ചിട്ട് അവർ ഇരുന്നുണ്ടാവാം. ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. മഴ വീഡിയോനെ കുറിച്ച് ചെറിയേട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ ആ വീഡിയോ കാണൽ നിർത്തിയിട്ട് മഴ വീഡിയോ കണ്ടു. മനം കുളിർത്തു, സന്തോഷമായി. എല്ലാവരെയും കണ്ടപ്പോൾ അല്ലേട്ടൻ, ചെറിയേട്ടൻ, സീമ ചേച്ചി, ചെറിയേച്ചി, ജഗ്ഗുവിനെ കണ്ടില്ല. മുന്നത്തെ വീഡിയോ കാണണം. സരിതേ, അച്ഛനും അമ്മയും, തുന്തുരു, ഭാര്യ, വാവ എല്ലാവരെയും ചോദിച്ചു എന്ന് പറയാട്ടാ. ശരിക്കും നമ്മുടെ എന്തൊരു എല്ലാവരും അറിയും. ഇന്ന് ഞാൻ അജൂസ് വേൾഡ് അടിച്ചു. അയ്യോ, എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയണം. കഴിഞ്ഞു. അത്രയുള്ള. അടുത്തത് ജെമിനി അച്ചു. അയ്യോ, ഇത് കണ്ടപ്പോൾ സങ്കടമായി. അജുബ്രോ എന്തുമാത്രം കഷ്ടപ്പെട്ടത്. അജുബ്രോയ്ക്ക് വിഷമമായോ? സാരല്ല കേട്ടോ, നമ്മൾ ഓരോന്നും ചെയ്യുന്നു, പ്രതിഫലം നൽകേണ്ടത് ദൈവമാണല്ലോ. ഒന്നും പോയിട്ടില്ല. ആ വീഡിയോയിലിട്ട് എന്താ വെള്ളം വന്ന വീഡിയോയില്. ജയ അശോക്, അജു സരിത എന്താ ഒരു രസം, ഒരു നെഗറ്റീവുകളും ഇല്ലാത്ത വീഡിയോകൾ. അജു കഥ പറയുമ്പോൾ ദയവ് ചെയ്ത് നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ. എന്താ ഒരു ഭാവം. ഇടയ്ക്കുള്ള സരിതയുടെ കോമഡി നന്നായിരുന്നു. ഒരു മുറം കൊടുക്കാമായിരുന്നില്ലേ പോലും. ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വീഡിയോ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയിട്ടോ. അടുത്തത് സിസിലി വർഗീസ്. അധികമൊന്നും ചിരിക്കാത്ത ഞാൻ. അയാളുടെ കയ്യിൽ ഒരു മുറം കൊടുത്താൽ മതിയായിരുന്നു എന്ന ഡയലോഗ് കേട്ട് പെട്ടെന്ന് അറിയാതെ ചിരിച്ചു പോയി.
അടുത്ത് KA ജോയ് കള്ളിക്കാട്. നിന്റെ വീട്ടിൽ എന്നും ചക്കക്കുരു. എൻ്റെ വീട്ടിൽ ഈ സാധനം തൊടുകയില്ല. പക്ഷെ എൻ്റെ വീട്ടിലെ തൊഴുത്ത് വീടിൻ്റെ പുറത്താണ്. തൊഴുത്തിലെ പാറു കുറ്റിയടിച്ചിട്ടും കുറ്റമേൽക്കേണ്ടി വന്നു. അടുത്തത് സിന്ധു ബിജു. ആ കറിയുടെ രുചിയുടെ രഹസ്യം സരിതയുടെ തേങ്ങയുടെ അരവിലാണ്. ഇത്രയും എണ്ണ പോലെ കല്ലിൽ തേങ്ങ അരച്ചാൽ ആ കറിയുടെ സ്വാദ് പറയാതെ തന്നെ അറിയാം. ചിലപ്പോൾ ശരിയായിരിക്കും. ആ കൂട്ടാൻ നല്ല ടേസ്റ്റ്. അടുത്തത് ഗീതാ മൂരിയത്ത്. തൊഴുത്ത് മഹാരാഷ്ട്രയിൽ വീടിനകത്ത് കണ്ടിട്ടുണ്ട്. സരവട എന്ന വില്ലേജിൽ മോൻ ജോലി ചെയ്തിരുന്നു. അവിടെ വാതിൽ തുറന്നാൽ ആദ്യം തന്നെ തൊഴുത്ത്, പിന്നെയാണ് താമസിക്കുന്ന ഭാഗം. മുഴുവൻ കർഷകരാണ് അവിടെ. അപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അല്ലേ? ഏതോ ഒരു എന്താ പറയാ 6-ാം ഇന്ദ്രിയ അല്ലേ? അതെ, അതിലൂടെ കണ്ടിട്ട് പറഞ്ഞതാണ് ചേട്ടൻ. അടുത്തത് ഹോം കുക്കിംഗ്. വിവാഹവും സിനിമയും ഒരുപോലെയാണ്. ബ്രോക്കേഴ്സ് തിരക്കഥ നിർമ്മിച്ച് വരൻ്റെ പാരൻസ് എന്ന സംവിധായകനെ സമീപിക്കുന്നു. പിന്നീട് ബഡ്ജറ്റ് തീരുമാനിച്ച് പ്രൊഡ്യൂസറായ വധുവിൻ്റെ പാരൻസിനെയും ആക്ടേഴ്സായ വധുവരൻ ഡേറ്റ് സെറ്റാക്കി സിനിമാ ചിത്രീകരണം തുടങ്ങുന്നു. പിന്നീട് ബന്ധുക്കൾ ആൻഡ് അയൽക്കാർ സ്റ്റണ്ട് കൂടി ആഡ് ചെയ്ത് സിനിമ റിലീസായ ശേഷം അവാർഡ് ആയ കുട്ടികൾ ജനിക്കുന്നു. ചില സിനിമ കല്യാണം റൊമാൻറ്റിക് ആവും, ചിലത് കോമഡി ആവും, ചിലത് ഹൊറർ ആവും, ചിലത് ട്രാജഡി ആവും, ചിലത് അവാർഡാവും. ചില സിനിമയ്ക്ക് 10 അവാർഡ് വരെ കിട്ടും. കിട്ടിയ വേഷം ഭംഗിയായി അഭിനയിക്കുക മാത്രമാണ് ആക്ടേഴ്സ്, അതായത് വധൂവരന്മാരുടെ ജോലി. ഇതൊരു കോമഡി രൂപത്തിൽ അജു ചേട്ടൻ ഒരു വീഡിയോയിൽ പറയണം കേട്ടാ. വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് സ്കിറ്റ് പോലെ ഒരു ഇരുചിരി ബമ്പർ ചിരിയിൽ അവതരിപ്പിച്ചാൽ അവർക്ക് പ്രൈസ് കിട്ടും. അപ്പൊ ഇതൊരു ഹെൽപ്പ് ആവില്ലേ അവർക്ക്? നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട് കമന്റ് അല്ലേ. അടുത്തത് വീണ ഹർഷൻ. ഇന്നലെ ചക്ക വരട്ടുമ്പോൾ ചക്കക്കുരു കറി വെക്കുന്നത് പ്ലാൻ ചെയ്യണ കേട്ടാ ഞാൻ ഇന്നലെ തന്നെ ചക്കക്കുരു പേരുണ്ടാക്കി സായുജ്യം അടഞ്ഞു. ഞങ്ങൾക്ക് പ്ലാവ് ഉണ്ട് പക്ഷെ ചക്കയില്ല, അതുകൊണ്ട് ചക്ക ഉള്ളവരൊക്കെ കൊണ്ടുതരും. പാവുവിന്റെ കഥ കേട്ട് ചിരിച്ച് അങ്ങനെ പറയല്ലേ സരിതേച്ചി. അജുവേട്ടൻ എന്തിനും അവസരോചിതമായി പറയും. അത് ചാള നെയ്മീൻ അങ്ങനെ ഒന്നുമില്ല. അടുത്തത് വസന്തകുമാരി AK. തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല മിക്കവാറും മലയാളികളൊക്കെ ഇതെല്ലാം അറിയും. പിന്നെ ബ്രൗൺ തൊലി കളയാൻ പാടില്ലെന്ന് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിവുള്ളതാണ്. ഗ്യാസ് ഉണ്ടാവില്ല. പിന്നെ ധാരാളം വിറ്റാമിൻസും അടങ്ങിയിട്ടുണ്ട്. ചുമന്ന തൊലി. എൻ്റെ ചെറുപ്പകാലത്ത് അതങ്ങോട്ട് ചരണ്ടി കളയാം എല്ലാവരും കൂടിയിട്ടേ. തൊലിയനെ അടർന്ന് കൂട്ടാനിൽ എടുക്കണ്ടെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞിട്ടുള്ള ലെവലില്ല. അതെന്തോ പോലെയായിരുന്നു അല്ലേ? അത് ചരണ്ടി കളയായിരിക്കും. അതിനായിരുന്നു ഏറ്റവും സമയം പോയി ഉടനെ. അടുത്തത് ലീലാമണി പ്രഭ. ഇന്നത്തെ എപ്പിസോഡ് വിലപിടിപ്പുള്ള എപ്പിസോഡ്. അതിൽ ചക്കക്കുരുവിന് മാത്രം വില കുറവ്. ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ചക്കക്കുരു കൊണ്ട് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരുടെ ഒരു പുഴുക്കുണ്ട്. വാട്ടുകപ്പയും ചക്കക്കുരുവും കൂടി പുഴുക്ക് വയ്ക്കും. വൻപയർ കൂടി ചേർത്താൽ വളരെ ടേസ്റ്റി. അതിൻ്റെ കൂടെ ചക്കക്കുരു, ഉണക്കമീനും മാങ്ങയും കൂടി ഒരു തോരൻ അല്ലെങ്കിൽ പീര വറ്റിക്കുക എന്ന് പറയും. ഇപ്പോൾ വളരെ ചുരുക്കം വീടുകളിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പാടത്തും പറമ്പിലുമൊക്കെ പണി ചെയ്യുന്നവർ ഒരു കാലത്ത് കഴിച്ചിരുന്നൊരു ഭക്ഷണമാണ്. പിന്നെ ചക്കക്കുരു, മടൽ, കൂഞ്ഞ് ഇവ ചേർത്ത് ഇറച്ചി ഉലർത്തുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. പഴുത്ത വരിക്കച്ചക്കയുടെ മടൽ ഉപയോഗിച്ച് പുളിങ്കറി ഉണ്ടാക്കും. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഓരോ കണ്ടന്റ് ആക്കാം. കോണ്ടാക്ട് നമ്പർ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വിധം അറിയിക്കാമായിരുന്നു. പാചകത്തിൽ എക്സ്പേർട്ട് ഒന്നുമല്ല, എങ്കിലും കഴിച്ചിഷ്ടപ്പെട്ടാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ ജോലിക്കാർ ഒക്കെ ഇതുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും വില കുറവാണെങ്കിലും ഇന്നത്തെ താരം ചക്കക്കുരു തന്നെ. ഒപ്പം നിങ്ങളുടെ എരുമയും. ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്. നല്ല പോലെ അറിവുണ്ട്. അപ്പോൾ ഈ പാചകങ്ങൾ ഞാൻ ഇതിലൊരു നമ്പർ തരാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചേച്ചി അയച്ചെന്നോളൂ. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാം. അടുത്ത് ശ്രീകല ഷാബു. ഈ കൃഷിസ്ഥലത്ത് വന്നുള്ള സംസാരം ചിരിയും എല്ലാം ഒരു വൈബാണ്. പ്രതീക്ഷിക്കാത്ത മറുപടി. സത്യത്തിൽ ഈ റെഡ് ലേഡി നല്ല ടേസ്റ്റ് ആണോ? ഞാൻ കടയിൽ നിന്ന് വാങ്ങി കഴിച്ച അത്ര ടേസ്റ്റ് തോന്നിയില്ല. മണ്ണുത്തിൽ എവിടെ നിന്നാണ് വാങ്ങിയത്? തൃശ്ശൂർ കുട്ടികൾക്ക് അവധി കൊടുത്താൽ അന്ന് മഴയും അവധിയെടുക്കും. ഡ്രാഗൺ ഫ്രൂട്ട് കോൺക്രീറ്റ് പോസ്റ്റിൽ കയറ്റി കൊടുക്കുക, മുകളിൽ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഉണ്ടായിക്കോളും. വെള്ളം കയറിയവരുടെ ബുദ്ധിമുട്ട് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായ ചില്ലിയില്ലേ, അത് കട്ട് ചെയ്തിട്ട് വേണമെന്ന് വെക്കാൻ. അതെ, പിന്നെ വേറെന്താ പറഞ്ഞത്? കടയിൽ നിന്ന് വാങ്ങിച്ച റെഡ് ലേഡി ടേസ്റ്റ് ഇല്ല. അത് ചിലത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഇവിടെ വെക്കുന്നതിന് നല്ല ടേസ്റ്റാ. നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നല്ല രസാ. പിന്നെ മണ്ണുത്തിയിൽ കുറേ സ്ഥലങ്ങളിൽ കിട്ടും ഈ സാധനം റെഡ് ലേഡി. പിന്നെ ചിലടത്ത് ഹണി ഡ്യൂ ഉണ്ടാവും. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു അതിനുണ്ട് വേറെ ടൈപ്പ്. ഈ രണ്ടും അല്ലാണ്ട് വേറെ ടൈപ്പ്. അത് ചില സമയങ്ങളുണ്ട്. അത് സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ നഴ്സറി ഉണ്ട്, സൗത്ത് ഇന്ത്യനിലെ മണ്ണുത്തിയുള്ളത്. അവിടെ കിട്ടും. പരശുരാമനെ ഇതിങ്ങനെ പിടിച്ചത് അവിടെ.
അടുത്തത് സുജായസ്. ചെറിയേട്ടൻ പറഞ്ഞതുപോലെ മഴ വീഡിയോ സൂപ്പർ. ശരിക്കും മഴ അനുഭവിച്ചു. വെള്ളം കയറിയ ഭീകരതയല്ല കാണിച്ചത്. വിഷ്വൽ സുഗ്രൻ. ജഗ്ഗുവിൻ്റെ വീഡിയോ കാണുമ്പോൾ മഴ പെയ്യുമ്പോൾ പ്രകൃതിക്കുണ്ടായ ഭംഗി കണ്ടു. അജുവിൻ്റെ അനുജൻ്റെ വീടിൻ്റെ പരിസരം നല്ല ഭംഗി. പുറത്തുള്ള കവുങ്ങ് പോലെയുള്ള ചെടി സൂപ്പർ. അത് റെഡ് പാം. നിങ്ങളും അത് വാങ്ങി വെക്കൂ. നിങ്ങളുടെ വീടിൻ്റെ പരിസരം നല്ല ഭംഗിയുണ്ട്. അയ്യോ ഇനി നമുക്ക് സ്ഥലമില്ല. ദിവ്യാനിൽ. ദുഷ്ടാ, വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടു തുടങ്ങിയുള്ളൂ, ഞെട്ടിപ്പോയി. കാര്യം അജുവേട്ടൻ ഞങ്ങളുടെ കണ്ണിലുണ്ണി ഒക്കെയാണ്. പക്ഷെ സരിതയെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സരിത ഞങ്ങളുടെ മുത്താണ്. പേടിക്കണ്ട കേട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് വിരട്ടിയതാണ്. വീഡിയോ കാണട്ടെ. ചക്ക വരെ ആയിട്ടുള്ളൂ. അത് വെറുതെ തമാശ ഇത് ചോദിക്കില്ല എന്താണ് ഇഷ്ടമില്ലാത്തന്നൊക്കെ പറയുമ്പോ മുന്നിൽ ഇവിടെ കണ്ടു ഇഷ്ടമില്ല സത്യം അറിയാണ്ട് വായിൽ വന്നു. അതാ. അടുത്ത് ഹരൺ എസ് നായർ. ആ ചേച്ചിയുടെ പേരെന്താ? ആ ചേച്ചിയുടെ വീട് എവിടാ? ആ ചേച്ചിയുടെ പ്രായം എന്താ? ആ ചേച്ചി എന്തൊക്കെ സംസാരിച്ചു? ആ ചേച്ചി സുന്ദരിയാണോ? പ്രേക്ഷകരെ, സത്യമായിട്ടും ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. 2 ദിവസത്തേക്ക് വീഡിയോ കാണുകയില്ല. ചുമ്മാ അതല്ല, ആദ്യമേ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോഴേ സംശയം തോന്നി. ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു ചേച്ചി വർത്താനം പറയാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ പേരെന്താണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതാണ്. അടുത്ത് റിയാസ്. ചെറിയേട്ടൻ. ഞാൻ പൊക്കിയിട്ടാണ് എല്ലാം നടുന്നത്, അതുകൊണ്ട് മഴ വന്നാലും അങ്ങനെ കുഴപ്പം വരാറില്ല. അജു. ഞാനും പൊക്കിയിട്ടാണ് ഇപ്പം നടുന്നത്, കണ്ടില്ലേ ചെറിയേട്ടൻ. നിന്റെ പൊക്കൽ വിട്. നീ ഇന്ന് പൊക്കി നടും, നാളെ താഴ്ത്തി നടും, മറ്റന്നാൾ വീണ്ടും പൊക്കി നടും, ഇവിടെ നിന്ന് പറിച്ച് അവിടെ നടും, അവിടെ നിന്ന് പറിച്ച് ഇവിടെ നടും. ഒരു സ്ഥിരത ഇല്ലല്ലോ നിനക്ക്. വാഴ നട്ടതിനെ പറ്റി ചെറിയേട്ടൻ. അനിലൻ വലിയ കുഴി കുത്തി നടും, ഞാൻ അങ്ങനെ കുത്താറില്ല. എൻ്റെ വാഴക്കുല നോക്ക്, അനിലൻ്റെ കുല നോക്ക്. അപ്പം അജു. എൻ്റെ കുല നോക്ക്. ചെറിയേട്ടൻ. നിന്റെ കുലയല്ല, നിന്റെ തലയാണ് നോക്കേണ്ടത്. നീ കൊലയും നോക്കിയിരുന്നോ? ഞാൻ പോണു. ശ്രീനി. പേളി പുറകെ വരുന്ന വീട്ടിൽ കയറാനാ. അവിടെ 2 ചെക്കന്മാരില്ലേ, ചാർലിയും ഇമ്രാനും. കറക്റ്റായിട്ടാ. അവൾക്ക് അവരുടെ അടുത്ത് വന്നിട്ടുള്ളൊരു മയങ്ങല് കാണണം. അവരുടെ അടുത്ത് അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നക്കി കൊടുത്തിട്ട് 4 കാലും എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ട് 4 കാലും പൊക്കിയിട്ട് ഒരു കെടുപ്പുണ്ട് അവരുടെ അടുത്ത്, അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടേ. അടുത്ത് വാൽ ബ്രൗൺ. എന്താ അജു, അസുഖമൊന്നുമില്ലല്ലോ? ഒന്നും തിന്നാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. അടുത്ത അശ്വിൻ. എന്നെങ്കിലും ഞാനും കാണും വഴിയിൽ വെച്ച്. ഫോർട്ട് കൊച്ചിയിൽ കിടക്കുന്ന ഞാൻ. ഇന്ന് അജു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാട്ടാ, ഭംഗിയുണ്ട് കാണാൻ. കൃഷിയെല്ലാം സൂപ്പർ ആവട്ടെ. കാപ്പി ചോദിച്ചു കൊണ്ട് വന്നപ്പോൾ എൻ്റെ സരിതയെ അജുവിൻ്റെ ഒരു ചോദ്യം. ചെറിയേട്ടാ, മഴ കാഴ്ച ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. ജഗ്ഗുമോനെ, സ്നേഹം. അടുത്ത് ഇറ്റ്സ് ട്രാവൽ ടൈം. 2:28. ചില സമയത്ത് നാവിൽ നിന്നും അറിയാതെ സത്യങ്ങൾ വീണു പോകുന്നു. ചേട്ടാ ഇല്ല, 2-3 കൂടിയുള്ള കഴിഞ്ഞു. വർഗീസ്. ശോഭന ചേച്ചി. ചേട്ടാ, എൻ്റെ പൊന്നോ യജുവേട്ടനെ സമ്മതിച്ചു. സരിത ആയതുകൊണ്ട് ഇപ്പോഴും ശരീരത്തിന് കേടൊന്നും കൂടാതെ ജീവിക്കുന്നു. ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ. പാവം സരിത ചെയ്തുകൊണ്ട് ഓക്കെ, വെള്ളമൊക്കെ മാറി കണ്ടപ്പോൾ സമാധാനമായി. കയ്യിലുള്ളത് കിട്ടിയതല്ലേ. അടുത്ത് സുനിത രാജൻ. ഇങ്ങനെ ഇരിക്കാം, ഇങ്ങോട്ട് നീങ്ങിരുന്നാലോ? മുഖത്തേക്ക് വെയിൽ. 2 കമ്മല ഉണ്ടല്ലോ, വെയിലുണ്ട്. സുനിത രാജൻ. ഹായ് സരിത ആൻഡ് അജു. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അജുവിൻ്റെ പൊട്ടത്തരങ്ങളും സരിതയുടെ നല്ല ബുദ്ധിപൂർവ്വമുള്ള സംസാരം എല്ലാം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ബെഡിന്റെ വീഡിയോ കണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടാ, അടുത്ത ആഴ്ച കിട്ടും. അടുത്ത് സ്പൈസ്ഡ് അപ്പ്. Aju bro is really an innocent guy. Every day there will be a story. I like to hear that. I was laughing today because Sarida was telling to put down the garden tools and then talk. അത് പറഞ്ഞാണ്ടാ ചിരി ചെയ്യുന്നു. ചേട്ടൻ ഈ മറ്റൊരു സാധനം കൈ പിടിച്ചിട്ട് വർത്താനം പറഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് വർത്താനം പറയുന്നു. അത് കണ്ടപ്പോൾ ചിരി വന്നു. അടുത്തത് ട്രീസ ചാക്കോ. Whenever I see your video, I enjoy your talk. On the spot, you both are replying. Very loving couple. All my worries goes back and I will start laughing. നമ്മളിങ്ങനെ പെട്ടെന്ന് മറുപടികൾ പറയില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. സന്തോഷം. സുനിൽ ജോസഫ്. ഞാൻ നിങ്ങളുടെ പരിപാടി കാണാൻ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ചിലർ വിളിക്കുന്നുണ്ട് അല്ലേ, 1 മാസമായിട്ടുള്ള കണ്ടുടങ്ങിയിട്ട് 1 മാസം കൊണ്ട് ഒരു വിധം വീഡിയോ ഒക്കെ കണ്ടു തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അടുത്ത് സപ്ന KK. എനിക്കും മഴ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഇവിടെ കത്തുന്ന ചൂട്, കുറച്ചു നേരം മനസ്സൊന്ന് തണുത്തു. നയനമനോഹരമായ കാഴ്ചകൾ. എല്ലാവരും കൃഷി ചെയ്യാറുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കൃഷി നല്ല വൃത്തിയിലും വെടിപ്പിലും ആർക്കോ വേണ്ടിയല്ല, അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അമിത ആർഭാടങ്ങൾ ഒന്നും തന്നെ ഇല്ല. ലളിതം മനോഹരം. അടുത്തത് ഫൗസിയ സുബൈർ.
ഇന്നലത്തെ മഴ വീഡിയോ കണ്ടപ്പോൾ നല്ല സന്തോഷവും ഒപ്പം വിഷമവും തോന്നി. ഞങ്ങൾ പ്രവാസികൾക്ക് മഴ കാണുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്രയ്ക്ക് മനോഹരമായി ചിത്രീകരിച്ച മഴ വീഡിയോ മുമ്പ് കണ്ടിട്ടില്ല. ഇനി മഴ കാണാൻ തോന്നുമ്പോൾ ഇത് എടുത്തു വെച്ച് കാണാമല്ലോ. കൃഷി നശിച്ചു പോകുമെന്ന് വിചാരിച്ചാണ് വിഷമം തോന്നിയത്. പക്ഷേ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായി. ഞങ്ങൾക്കിവിടെ 52 ഡിഗ്രിയാണ് ചൂട്. 10-ാം തീയതി വരെ അത് തുടരും. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. സെപ്റ്റംബർ 10-ാം തീയതി വരെ ഉണ്ടാവില്ലേ? ആഗസ്റ്റ് 10-ാം തീയതി വരെയോ ഈ ചൂട്? അതാവും. എനിക്കറിയില്ല കേട്ടോ, ഗൾഫിലത്തെ ചൂട് ഏത് മാസം വരെ ഉണ്ടാവും അറിയില്ല. എന്തായാലും വളരെ സന്തോഷം. ആദ്യം അവിടെ ഇരുന്നു, പിന്നെ ഇവിടെ ഇരുന്നു, ഇവിടെ വന്നപ്പോ വെയിലായി. കൂടെ മാവിന്റെ കൊമ്പിന്റെ ഇടയിൽ കൂടെ എന്റെ മാറിയിരിക്കായിരുന്നു. അതെ, സരിത പറഞ്ഞ് മാറിയിരിക്കണ്ട, ചൂട് തോന്നുന്നില്ലേ? അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ നിർത്താട്ടെ. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു സിനിമ കാണാൻ പോണ്ട്. സു ഫ്രം സോ, ഒരു കന്നഡ പടമാണ്. ബുക്ക് ചെയ്തിട്ടുണ്ട് ഫണ്ടില്. 3 മണിക്കല്ലേ? 3 മണിയാ 3:30? 3 മണിക്കോ മാറ്റി. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പൊ ഞങ്ങളത് കണ്ടിട്ട് അത് നമുക്ക് പറയാം. കന്നഡ സിനിമയായി നമുക്ക് അതിന്റെ കഥ പറയാൻ തേരിട്ട് അതിന്റെ റിവ്യൂ പറയാം. റിവ്യൂ അല്ലെങ്കിലും പറയാലോ, റിവ്യൂ എല്ലാവരും ഇടണല്ലേ. അപ്പൊ എങ്ങനെയാ സിനിമയുടെ സ്റ്റോറി പറയാണ്ടിരുന്നാ മതി, അപ്പൊ സ്പോയിലർ ആവില്ല. അപ്പൊ ശരിട്ടാ. അപ്പൊ ഞങ്ങളുടെ സിനിമ വന്നിട്ട് കഥ പറയാം. അല്ല, സിനിമ കണ്ട് വന്നിട്ട് കഥ പറയാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.